സ്റ്റാർട്ട് ചെയ്തു. ആ ഓക്കെ. ഞാൻ റെക്കോർഡിംഗ് ഓൺ ആക്കണോ? ഓൺ ആക്കിയിട്ടുണ്ട്. ആ ഓക്കെ. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഒന്ന് പരിചയപ്പെടുത്താൻ. എൻ്റെ പേര് സ്വാലിഹ പറയും. ഇപ്പോൾ ഫിസിക്സിൽ സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് എന്നുള്ള ഭാഗമാണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഇലക്ട്രോണിക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇലക്ട്രിസിറ്റിയും കറണ്ടൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ബ്രാഞ്ച്, ഫിസിക്സിലെ ബ്രാഞ്ചാണ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് എന്ന് പറയുമ്പോൾ സെമി കണ്ടക്ടേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ഇലക്ട്രോണിക്സ് ആണ് അല്ലേ. ഇപ്പൊ എന്താണ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്താണ് കണ്ടക്ടേഴ്സ്? നമുക്കറിയാം, കണ്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ കടത്തി വിടുന്നതിനൊക്കെ നമ്മൾ കണ്ടക്ടർ എന്ന് പറയും. അപ്പൊ അതിൽ ഹീറ്റ് കടത്തി വിടുന്നുണ്ട്, ഇലക്ട്രിസിറ്റി കടത്തി വിടുന്ന ഒക്കെ ഉണ്ട്. അപ്പൊ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പാർഷ്യലി കണ്ടക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ മെറ്റീരിയൽസിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. നമുക്കറിയാം, കണ്ടക്ടേഴ്സ് ഉണ്ട്, സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്, ഇൻസുലേറ്റേഴ്സ് ഉണ്ട്. അപ്പൊ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കടത്തിവിടുന്നത്. ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാലോ ഒന്നും കടത്തിവിടുന്നില്ല. അപ്പൊ സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ ഇതിന്റെ രണ്ടിനെയും ഇടയിൽ വരുന്നതായിട്ട് അതായത് പാർഷ്യലി കടത്തിവിടുന്നതാണ് അല്ലെ. എന്തിന്റെ ബേസിലാണ് മെറ്റീരിയൽസിന് ഇങ്ങനെ കണ്ടക്ടർ, സെമി കണ്ടക്ടർ അല്ലെങ്കിൽ ഇൻസുലേറ്റർ എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? അതാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത്. അതായത് എങ്ങനെയാണ് ഈ കണ്ടക്ടർ, സെമി കണ്ടക്ടർ അല്ലെങ്കിൽ ഇൻസുലേറ്റർ എന്നിങ്ങനെയുള്ള ക്ലാസിഫിക്കേഷന് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്നതാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് നോക്കുന്നത്. ഇപ്പൊ സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് ഫസ്റ്റ് വരുന്നത് എന്താണ്? നമുക്ക് മൈൻഡിലേക്ക് ഫസ്റ്റ് വരുന്ന രണ്ട് മൂലകങ്ങൾ ഉണ്ടാവും, രണ്ട് എലമെന്റ്സ്. ഏതൊക്കെയാണ്? ജെർമേനിയം, സിലിക്കൺ. നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ എങ്ങനെയാണ് ജെർമേനിയം, സിലിക്കണും ഒരു സെമി കണ്ടക്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് മെറ്റൽ കണ്ടക്ടർ ആവുന്നത്, ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ ഈ ഒരു ഭാഗത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഇതൊക്കെയാണ്. അതായത് മെറ്റീരിയൽസിന്റെ ക്ലാസിഫിക്കേഷൻ, മെറ്റീരിയൽസിന്റെ എനർജി ബാൻഡിന്റെ ബേസിസിൽ മെറ്റീരിയൽസിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തു, അതായത് നമ്മളിപ്പോൾ പറഞ്ഞ ഈ മൂന്ന് ക്ലാസിഫിക്കേഷൻ. ദെൻ കണ്ടക്ടേഴ്സിൽ തന്നെ ഇൻട്രിൻസിക് കണ്ടക്ടേഴ്സും എക്സ്ട്രിൻസിക് കണ്ടക്ടേഴ്സും ഉണ്ട്. പി എൻ ജംഗ്ഷന്, ഡയോഡ്സ്, ജംഗ്ഷൻ ഡയോഡ്, ഡയോഡ് റെക്ടിഫയർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്, ദെൻ ജെനർ ഡയോഡ്, ഒപ്റ്റോ ഇലക്ട്രോണിക് ജംഗ്ഷൻ ഡിവൈസസ്, അതായത് LED ഒക്കെ വരുമല്ലോ. ദെൻ ട്രാൻസിസ്റ്റേഴ്സ്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, അതായത് ഗേറ്റുകൾ, ലോജിക് ഗേറ്റ്സ് ഒക്കെ. ദെൻ IC, ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. ഇതൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങൾ. ഇതിൽ തന്നെ എക്സാമിനൊക്കെ, കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ ചോദിക്കുന്ന ഭാഗമാണ് സെമി കണ്ടക്ടേഴ്സിന്റെ ടൈപ്സ്, അതുപോലെ ഡയോഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സും, ജെനർ ഡയോഡ്, ഡിജിറ്റൽ ലോജിക് ഗേറ്റ്സിന്റെ ഒക്കെ ഒരു ക്വസ്റ്റ്യൻസ് എങ്കിലും ഈ നീറ്റ് പോലുള്ള എക്സാംസിലൊക്കെ ഉണ്ടാവാറുണ്ട്. ദെൻ ഈ ഭാഗത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും പ്രതീക്ഷിക്കാം. അടുത്തതായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് കടക്കാം. ഇപ്പോൾ സെമി കണ്ടക്ടേഴ്സ് ആണ് നമ്മുടെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. എനർജി ബാൻഡ്സ് എന്താണെന്ന് നോക്കാം. ഈ എനർജി ബാൻഡ്സിന്റെ ബേസിസിലാണ് മെറ്റീരിയൽസിനെ നമ്മൾ കണ്ടക്ടർ, സെമി കണ്ടക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു ആറ്റം കൺസിഡർ ചെയ്യുക, ഏതെങ്കിലും ഒരു ആറ്റത്തെ കൺസിഡർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ സോഡിയം എന്നുള്ള ആറ്റത്തെയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ സോഡിയം എന്ന ആറ്റത്തിന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? ആറ്റോമിക് നമ്പർ 11 ആണ്. 11 ആണ് സോഡിയത്തിന്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? 2, 8, 1. അപ്പൊ ഇതില് ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്, ദെൻ സെക്കൻഡ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വരും. റിമൈനിങ് ആയിട്ട് ഒരു ഇലക്ട്രോൺ കൂടി ഉണ്ട്, അത് ലാസ്റ്റത്തെ ഷെല്ലിലും വരും. ഇങ്ങനെ 3 ഷെല്ലുകളാണ് സോഡിയത്തിലുള്ളത്. ഈ 3 ഷെല്ലുകളിൽ അവസാനത്തെ ഷെല്ലിന് നമ്മൾ പറയുന്ന പേരാണ് വാലൻസ് ഷെല്ല്. അതായത് മൂന്നാമത്തെ ഷെല്ല്, ഒരു ഇലക്ട്രോൺ മാത്രമുള്ള അല്ലെങ്കിൽ കോൺഫിഗറേഷൻ മുഴുവനാവാത്ത അവസാനത്തെ ഷെല്ലിന് നമ്മൾ പറയുന്ന പേരാണ് വാലൻസ് ഷെല്ല് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഒരു
എനർജി ലെവൽ ഡയഗ്രാം. അതായത് ഓരോ ആറ്റത്തിലും ഓരോ ഷെല്ല് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ഈ സോഡിയം ആറ്റത്തിൽ 3 ഷെല്ലുകളുണ്ട്. ഈ ഷെല്ലിന് നമ്മൾ KLM എന്നൊക്കെ പറഞ്ഞിട്ട് പേര് കൊടുത്തിരുന്നു. അപ്പൊ സോഡിയത്തിൽ എത്ര ഷെല്ലുണ്ട്? 3 ഷെല്ലുണ്ട്. K ഷെല്ല് ഫസ്റ്റത്തത്, രണ്ടാമത്തത് L ഷെല്ല്, മൂന്നാമത്തത് M ഷെല്ല്. ഇങ്ങനെ ഓരോ ഷെല്ലിന് കറസ്പോണ്ടിങ് ആയിട്ടും ഓരോ എനർജി ലെവൽ ഉണ്ടായിരിക്കും. അതായത് ഈ സോഡിയത്തിലെ ഫസ്റ്റത്തെ ഈ ഷെല്ലിനുള്ള എനർജി ആവില്ല. ഇത് സോഡിയത്തിന്റെ ന്യൂക്ലിയസ്, ഫസ്റ്റത്തെ ഷെല്ല്, ഇത് 2 ഇലക്ട്രോൺ ഉള്ളത്. ഇതിന്റെ എനർജി അല്ല രണ്ടാമത്തെ ഷെല്ലിന് ഉണ്ടാവുക. അതേ എനർജി അല്ല മൂന്നാമത്തെ ഷെല്ലിന് ഉണ്ടാവുക. ഓരോന്നും ഡിഫറെന്റ് എനർജി ആയിരിക്കും. ഒന്നാമത്തെ ഷെല്ലിന്റെ എനർജി എന്ന് പറയുന്നത് ഈ 2 ഇലക്ട്രോൺസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എനർജിയാണ്. രണ്ടാമത്തെ ഷെല്ലിൽ എന്ന് പറയുന്നത് ഈ 8 ഇലക്ട്രോൺസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എനർജിയാണ്. മൂന്നാമത്തെ ഷെല്ല് എന്ന് പറയുന്നത് ഈ മൂന്നാമത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോൺ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എനർജിയാണ്. അപ്പൊ ഇത് മൂന്നും ഡിഫറെന്റ് ആയിരിക്കും. അതേസമയം ഈ ഓരോ ഷെല്ലിന്റെയും എനർജി എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്. അതായത് ഈ ഒന്നാമത്തെ ഷെല്ലിലെ ഈ 2 ഇലക്ട്രോൺസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്. അത് മാറൂല. അത് ആ എനർജി തന്നെയായിരിക്കും, എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. രണ്ടാമത്തെ ഷെല്ലിലേതും ഇതുപോലെ എനർജി ഫിക്സ്ഡ് ആയിരിക്കും. മൂന്നാമത്തെ ഷെല്ലിലേതും ഫിക്സ്ഡ് ആയിരിക്കും. ഒന്നാമത്തെ ഷെല്ലിലെ എനർജീനെ നമുക്ക് E1 എന്ന് റെപ്രസെന്റ് ചെയ്യാം. എന്ത് റെപ്രസെന്റ് ചെയ്യാം? E1. രണ്ടാമത്തേതിന്റെ എനർജിയെ നമുക്ക് E2 എന്ന് റെപ്രസെന്റ് ചെയ്യാം. മൂന്നാമത്തേതിന്റെ എനർജി നമുക്ക് E3 എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ഇനി അതിന്റെ എനർജി ലെവൽ ഡയഗ്രാം നോക്കുകയാണെങ്കിൽ, അതായത് ഇതിന്റെ എനർജിയെ മാത്രം നമ്മൾ ഒരു ഡയഗ്രാം ആയിട്ട് വരക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും അതിന്റെ ഡയഗ്രാം വരിക. ഈ വലതുഭാഗത്ത് കാണുന്ന കേട്ടോ. ഇതില് ഈ ഒരു എനർജി ലെവൽ ഡയഗ്രാം ആണ്, സോഡിയത്തിന്റെ എനർജി ലെവൽ ഡയഗ്രാം ആണ് ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ E1 എന്ന് പറയുന്നത് ഫസ്റ്റ് ഷെല്ലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി, E2 എന്ന് പറയുന്നത് സെക്കൻഡ് ഷെല്ലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി, E3 എന്ന് പറയുന്നത് തേർഡ് ഷെല്ലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി. ഓക്കെ, അപ്പൊ ഇനി ഇതിൽ തന്നെ നമ്മൾ പറഞ്ഞു 3 എനർജി ലെവൽ ഉണ്ട് അല്ലെ. അപ്പൊ ഇതിൽ E3 എന്ന് പറയുന്നത് മൂന്നാമത്തെ ഷെല്ലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി എന്ന് പറഞ്ഞു. അപ്പൊ ഈ മൂന്നാമത്തെ ഷെല്ലിന് നമ്മൾ ഓൾസോ ഒരു പേരും കൂടി പറയുന്നത് വാലൻസ് ഷെൽ എന്ന് പറയും. ഒരു വാലൻസ് ഇലക്ട്രോൺ മാത്രമുള്ള ഷെല്ലാണ്. അതായത് ഒക്ടറ്റ് കംപ്ലീറ്റ് അല്ല, അതിന്റെ ഒരു ഇലക്ട്രോൺ മാത്രമുള്ള അവസാനത്തെ ഷെല്ലിന് നമ്മൾ വാലൻസ് ഷെൽ എന്ന് പറയും. ആ ഇലക്ട്രോൺ ആണ് എന്ത്, മറ്റ് കെമിക്കൽ ഇന്ററാക്ഷൻസിലും ഒക്കെ പങ്കെടുക്കുന്ന ഇലക്ട്രോൺ ആണ്. അപ്പൊ അത് വാലൻസ് ഷെല്ലാണ്. അപ്പൊ വാലൻസ് ഷെൽ ആയതുകൊണ്ട് തന്നെ ഈ അവസാനത്തെ സെല്ലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ എനർജി ലെവലിനെ, E3 എന്ന എനർജി ലെവലിനെ നമ്മൾ വാലൻസ് ബാൻഡ് എന്ന് പറയും. ഓക്കെ, വാലൻസ് ബാൻഡ് എന്ന് പറയും. അതിന് തൊട്ട് മുകളിലായിട്ടുള്ളതാണ് അതിന്റെ തൊട്ട് മുകളിലായിട്ട് TB എന്ന് എഴുതിയിട്ടില്ലേ, ഇതാണ് കണ്ടക്ഷൻ ബാൻഡ്. ഓക്കെ, അതായത് ഓരോ ഷെല്ലിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ എനർജി ലെവൽ ഉണ്ടായിരിക്കും. അവസാനത്തെ ഷെല്ലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ലെവലിന്റെ മുകളിൽ കണ്ടക്ഷൻ ബാൻഡ് ഉണ്ടായിരിക്കും. കണ്ടക്ഷൻ ബാൻഡ്. ഇനി ഈ കണ്ടക്ഷൻ ബാൻഡും അവസാനത്തെ ഷെല്ലിലെ ഈ E3 എന്ന ഈ ഒരു എനർജി ബാൻഡും തമ്മിലുള്ള ഈ ഒരു ഗ്യാപ്പിനെയാണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഫോർബിഡൻ എനർജി ഗ്യാപ്പ് അല്ലെങ്കിൽ എനർജി ഗ്യാപ്പ് എന്ന് പറയും. ഇതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് EG എന്ന് വെച്ചിട്ടാണ്. EG എന്ന് വെച്ചിട്ടാണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത്രയും ഓക്കെ അല്ലേ? അതായത് നമ്മളൊരു എനർജി ഗ്യാപ്പ് അല്ലെങ്കിൽ എനർജി ബാൻഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ആറ്റത്തെ കൺസിഡർ ചെയ്യോ, അതോ ആ ആറ്റത്തിന്റെ എനർജി ലെവൽസ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് എന്ന് മനസ്സിലാക്കി ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്താണെന്ന് മനസ്സിലാക്കി. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഇപ്പൊ നമ്മളൊരു ആറ്റത്തെയാണ് കൺസിഡർ ചെയ്തത്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു സോളിഡ് ക്രിസ്റ്റലിനെ കൺസിഡർ ചെയ്യാണ്. ആ പിക്ചറിലേക്ക് നോക്കുക. അതായത് അതിലുള്ള ഓരോ സർക്കിളും എന്താണ്, ഓരോ ആറ്റംസ് ആണ്. ഓരോ സർക്കിളും ഓരോ ആറ്റംസ് ആണ്. ഞാൻ അതിന്റെ താഴെ ഒരു റോം കൂടി വരക്കാം. അതായത് ഒരു ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ എന്താ, ഒരുപാട് ആറ്റംസ് കൂടി ചേർന്നിട്ടാണ് ഒരു ക്രിസ്റ്റൽ ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ ഇതില് ഓരോ ആറ്റത്തിലും എന്തുണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്. ഓരോ ആറ്റത്തിനും ന്യൂക്ലിയസ് ഉണ്ട്. ഓരോ അങ്ങനെയുള്ള ഒരുപാട് ആറ്റങ്ങൾ കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ക്രിസ്റ്റൽ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ സപ്പോസ് എന്ത് ചെയ്യാം, ഇതില്
ഒരു ആറ്റം കൺസിഡർ ചെയ്യുക, ആറ്റത്തിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്. സോഡിയത്തിന്റെ ഫസ്റ്റത്തെ ഷെല്ലാന്ന് വിചാരിച്ചോ. അതായത് ഒരു ആറ്റം എന്ന് പറയുന്ന ഒരു സോഡിയത്തിന്റെ ആറ്റം ആണ്. ആ സോഡിയത്തിന്റെ നടുവിലുള്ള ഡോട്ട് ന്യൂക്ലിയസ്. ദെൻ ആ സോഡിയത്തിന്റെ ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. അടുത്ത സോഡിയത്തിലും 2 ഇലക്ട്രോൺ ഉണ്ടായിരിക്കും. അടുത്ത സോഡിയത്തിൽ 2 ഇലക്ട്രോൺ ഉണ്ടായിരിക്കും. അങ്ങനെ എല്ലാത്തിലും ഉണ്ടാവുമല്ലോ. എല്ലാത്തിന്റെ ഫസ്റ്റത്തെ ഷെല്ലിലും 2 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ അതിൽ നമ്മൾ ഏതെങ്കിലും ഒന്നിലെ ഒരു ഇലക്ട്രോണിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഏതെങ്കിലും ഒന്നിലെ ഒരു ഇലക്ട്രോണിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഇലക്ട്രോണ് അടുത്ത സോഡിയത്തിലെ ഇലക്ട്രോണുമായിട്ട് ഇന്ററാക്ട് ചെയ്യും. അടുത്ത സോഡിയത്തിന്റെ ന്യൂക്ലിയസുമായിട്ട് ഇന്ററാക്ട് ചെയ്യും. അടുത്ത സോഡിയത്തിന്റെ മറ്റൊരു സോഡിയത്തിന്റെ ഇലക്ട്രോണുമായിട്ട് ഇന്ററാക്ട് ചെയ്യും. ഇങ്ങനെ എല്ലാ ആറ്റത്തിന്റെയും, എല്ലാ സോഡിയം ആറ്റത്തിന്റെയും ഇലക്ട്രോൺസുമായിട്ടും ന്യൂക്ലിയസുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യും. അപ്പൊ അങ്ങനെ അവിടെ ഒരുപാട് ഇന്ററാക്ഷൻസ് നടക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, ഈ സോഡിയം ക്രിസ്റ്റലിന്റെ, മൊത്തത്തിലുള്ള ക്രിസ്റ്റലിന്റെ എനർജി ബാൻഡില്, എനർജി ലെവലില് വ്യത്യാസം ഉണ്ടായിരിക്കും. അതായത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞു എന്ത്, ഫസ്റ്റ് നമ്മൾ സോഡിയം ആറ്റത്തിന്റെ എനർജി ലെവൽ കണ്ടു. ഈ എനർജി ലെവൽ എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണെന്ന് പറഞ്ഞു. ഓരോ ഷെല്ലിന്റെയും എനർജി ഫിക്സ്ഡ് ആണ്. പക്ഷെ ഇവിടെ വരുന്ന സമയത്ത്, ഒരു ക്രിസ്റ്റൽ എടുക്കുന്ന സമയത്ത് അതിന്റെ ഓരോ ഷെല്ലിലെയും അല്ലെങ്കിൽ ഓരോ എനർജി ലെവലും ഫിക്സ്ഡ് അല്ല. കാരണം എന്താണ്, അവിടെ ഇലക്ട്രോണുകളും ന്യൂക്ലിയസുകളും തമ്മിൽ എപ്പോഴും ഇന്ററാക്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആ ഇന്ററാക്ഷന്റെ ഫലമായിട്ട് അതിന്റെ എനർജിയിൽ എന്ത് ചെയ്യാം, എനർജിയിൽ ഒരു സ്ലൈറ്റ് ഇൻക്രീസിങ്ങോ ഡിക്രീസിങ്ങോ, എനർജി E1 എന്നുള്ള എനർജിന്ന് കുറച്ച് കൂടുതലോ അല്ലെങ്കിൽ കുറച്ച് കുറവോ ഒക്കെ ഉണ്ടാവാം. അത് എനർജി വാരി ചെയ്തുകൊണ്ടിരിക്കും. ഇതുപോലെ ഇതിപ്പോ ഒന്നാമത്തെ ഷെല്ലിന്റെ കേസാ പറഞ്ഞത്. ഇനിയിപ്പോ രണ്ടാമത്തെ ഷെല്ല് എടുക്കുകയാണെങ്കിൽ ഇപ്പോഴും രണ്ടാമത്തെ ഷെല്ലിലെ ഇലക്ട്രോൺസും മറ്റ് ആറ്റത്തിലെ ഇലക്ട്രോൺസുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് E2 എന്ന് പറഞ്ഞിട്ടുള്ള എനർജി ലെവലിലും ചെറിയ വേരിയേഷൻസ് നമുക്ക് കാണാൻ പറ്റും. Interactions between electrons and nucleus of one atom with neighboring atoms make variation, increase or decrease in energy. അപ്പൊ ഈ ഒരു increase or decrease ആണ്, അത് കാരണമാണ് എന്തുണ്ടാവുന്നത്, എനർജി ബാൻഡ്സ് ഉണ്ടാവുന്നത്. എനർജി ബാൻഡ്സ്, എനർജി ബാൻഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതായത് ഒരു റേഞ്ച് ഓഫ് എനർജികൾ. നമ്മൾ നേരത്തെ E1 എന്ന് പറഞ്ഞ ഒരു ഫിക്സഡ് എനർജിയാണ് പറഞ്ഞിരുന്നേ. ഇവിടെ E1 എന്ന് പറഞ്ഞ ഒരു ഫിക്സഡ് എനർജിന്ന് കുറച്ച് ഇൻക്രീസിങ്ങോ അല്ലെങ്കിൽ ഡിക്രീസിങ്ങോ ഉണ്ടായിട്ട് ഒരു റേഞ്ച് ഓഫ് എനർജി ഉണ്ടാവും. അതാണ് എനർജി ബാൻഡ് എന്ന് പറയുന്നത്. ഫിഗർ കാണിച്ചു തരാം, അപ്പൊ ഒന്നുകൂടി ക്ലിയർ ആയിക്കോളും. അതായത് ഇതാണ് ഒരു ക്രിസ്റ്റലിന്റെ എനർജി ലെവൽ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇതിൽ ലേബൽ ചെയ്തിട്ടില്ല, ലേബൽ ചെയ്ത് കാണിച്ചു തരാം. അതായത് ഇത് E1 എന്ന് പറഞ്ഞിട്ടുള്ള എനർജി ലെവൽ, ഇത് E2 എന്ന് പറഞ്ഞിട്ടുള്ള എനർജി ലെവല്, ഇത് E3 എന്ന് പറഞ്ഞിട്ടുള്ള എനർജി ലെവൽ. ഇത് സോഡിയം ക്രിസ്റ്റലിന്റെ ആണ് കേട്ടോ. സോഡിയം ക്രിസ്റ്റലിൽ 3 ഷെല്ല് ഉണ്ടാവും. അപ്പൊ 3 ഷെല്ലിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ബാൻഡുകളാണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ E1 എന്ന് പറയുന്നത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, നടുവിലൊരു ലൈൻ ഉണ്ട് അല്ലെ, സ്ട്രൈക്ക് ലൈന്. അതാണ് നമ്മൾ നേരത്തെ സോഡിയം ആറ്റത്തിന്റെ ഫിക്സ്ഡ് എനർജി ലെവൽ എന്ന് പറഞ്ഞില്ലേ, അതാണ് ഇത്. പക്ഷെ ഇവിടെ വരുന്ന സമയത്ത് അതിന്റെ മുകളിൽ ഒരു ഡോട്ടഡ് ലൈന് കണ്ടോ, വിസിബിൾ ആണോ? ആ ഒരു ലൈന് ആണ് എന്ത്, മുകളിലും താഴെയുണ്ട് ചെറിയ ചെറിയ ഡോട്ടഡ് ലൈൻസ് ഉണ്ട്, ഗ്രീൻ കളറിലാണ്. അപ്പൊ അതാണ് എനർജി ബാൻഡ്. ഇത് മൊത്തത്തിൽ നമ്മൾ പറയുന്നതാണ് എനർജി ബാൻഡ് എന്ന് പറയുന്നത്. E1 എന്നിട്ടുള്ള ലൈനിന്റെ മുകളിലും താഴെയുമായിട്ടുള്ള ഈ ഡോട്ടഡ് ലൈനിലുള്ള ഈ ഒരു റേഞ്ച് ഓഫ് ലൈൻസ്, ഈ റേഞ്ച് ഓഫ് എനർജിനെ പറയുന്ന പേരാണ് ഫസ്റ്റ് എനർജി ബാൻഡ്. ഫസ്റ്റ് ഷെല്ലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ഫസ്റ്റ് എനർജി ബാൻഡ്. ദെൻ രണ്ടാമത്തെ ബാൻഡ്, രണ്ടാമത്തെ എനർജി ബാൻഡ്, രണ്ടാമത്തെ എനർജി ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെക്കൻഡ് ലൈന് മുകളിലും താഴെയും ഇതുപോലെ വേരിയേഷൻസ് ഉണ്ടാവും. എന്താണ് ഈ വേരിയേഷൻസിന്റെ കാരണം എന്ന് പറഞ്ഞത്, ന്യൂക്ലിയസും ഇലക്ട്രോൺസും, ക്രിസ്റ്റലിലെ ഒരുപാട് ആറ്റംസിന്റെ ന്യൂക്ലിയസും ഇലക്ട്രോൺസും തമ്മിലുള്ള ഇന്ററാക്ഷൻസ് കൊണ്ടാണ് ഈ ഒരു വേരിയേഷൻ ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഒരു റേഞ്ച് ഓഫ് എനർജിനെ നമ്മൾ സെക്കൻഡ് എനർജി ബാൻഡ് എന്ന് പറയും. തേർഡ് ഷെല്ലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് തേർഡ് എനർജി ബാൻഡ് എന്ന് പറയും. തേർഡ് എനർജി ബാൻഡിനെ നമുക്ക് ഓൾസോ എന്ത് പറയാം, വാലൻസ് ബാൻഡ് എന്നും പറയാം അല്ലെ. അതായത് സോഡിയത്തിൽ 3 ഷെല്ലാണുള്ളത്, അവസാനത്തെ ഷെല്ല് എന്ന് പറയുന്ന വാലൻസ് ഷെല്ലാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ബാൻഡിനെ വാലൻസ് ബാൻഡ് എന്ന് പറയും. ഇനി ഏറ്റവും മുകളിലുള്ളത് കണ്ടക്ഷൻ ബാൻഡ് ആണ് അല്ലെ. ഏറ്റവും മുകളിലുള്ളത് കണ്ടക്ഷൻ ബാൻഡ് ആണ്. കണ്ടക്ഷൻ ബാൻഡും
അതേപോലെ ഈ ഒരു വാലൻസ് ബാൻഡും തമ്മിലുള്ള ഈ ഒരു ഡിഫറൻസിന് നമ്മൾ പറയുന്ന പേരാണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്തത് EG. EG ആണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പിനെ റെപ്രസെന്റ് ചെയ്തത്. The energy band correspond to orbit. Energy band correspond to first orbit എന്ന് പറയുന്നത് ഫസ്റ്റ് എനർജി ബാൻഡ്. ദെൻ സോഡിയത്തിന്റെ കേസിൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 1 ആണ്. അവസാനത്തെ ഷെല്ലിൽ ഒരു വാലൻസ് ഇലക്ട്രോൺ ആണുള്ളത്. അപ്പൊ ആ വാലൻസ് ഇലക്ട്രോൺ കൊണ്ട് ഉണ്ടാവുന്ന വാലൻസ് ഷെല്ല് കൊണ്ട് ഉണ്ടാവുന്ന എനർജി ബാൻഡ് ആണ് വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പിക്ചർ ഒന്നും കൂടി പറഞ്ഞുതരാം. അതായത് നമ്മൾ ആദ്യം പറഞ്ഞത് എനർജി ലെവൽ ഡയഗ്രാം ഓഫ് ഒരു ആറ്റം ആണ്. ഇനി രണ്ടാമത്തത് എനർജി ബാൻഡ് ഡയഗ്രാം ഓഫ് എ ക്രിസ്റ്റൽ. അതില് ഫസ്റ്റ് താഴെയുള്ള ലൈൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഷെല്ലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ബാൻഡ്, അതിന്റെ മുകളിലുള്ളത് സെക്കൻഡ് ഷെല്ലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ബാൻഡ്, ദെൻ അതിന്റെ മുകളിലുള്ളത് തേർഡ് ഷെല്ലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ബാൻഡ്. അതിനെ നമ്മൾ ഓൾസോ വാലൻസ് ബാൻഡ് എന്നും പറയും. കാരണം എന്താണ്, വാലൻസ് ഷെല്ലാണ്. ഈ സോഡിയത്തിൽ 3 ഷെല്ലാണുള്ളത്. അപ്പൊ മൂന്നാമത്തെ ഷെല്ല് എന്ന് പറയുന്നത് വാലൻസ് ഷെല്ലാണ്. വാലൻസ് ഷെല്ലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് വാലൻസ് ബാൻഡ്. ഇനി അതിന്റെ മുകളിലുള്ളത് കണ്ടക്ഷൻ ബാൻഡ്. കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ് EG, അതായത് ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. ഓക്കെ, ദെൻ കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറഞ്ഞാല് ഏറ്റവും മുകളിലുള്ള ബാൻഡാന്ന് പറഞ്ഞു. അതായത് ഈ വാലൻസ് ബാൻഡ് എന്ന് പറഞ്ഞാല് വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ വാലൻസ് ഇലക്ട്രോണുകൾ ഈ കണ്ടക്ഷൻ ബാൻഡിൽ എത്തിയിട്ടാണ് അവിടുന്നാണ് കണ്ടക്ഷൻ നടക്കുക. അതായത് കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിലേ കണ്ടക്ടിവിറ്റി ഉണ്ടാവുള്ളൂ. ഈ ഇലക്ട്രോൺസ് മൂവ് ചെയ്യണമെങ്കിൽ ഇലക്ട്രോൺസ് എവിടെ എത്തണം? കണ്ടക്ഷൻ ബാൻഡിൽ എത്തണം. ഈ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും തമ്മിലുള്ള എനർജി ഗ്യാപ്പിനെ നമ്മൾ ഫോർബിഡൻ എനർജി എന്ന് പറഞ്ഞു. ഈ ഫോർബിഡൻ എനർജിയുടെ വിഡ്ത്ത്, അതായത് ഈ ഒരു ഗ്യാപ്പില്ലേ, ഈ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള ഗ്യാപ്പ്, അത് ഓരോന്നിലും വാരി ചെയ്തുകൊണ്ടിരിക്കും. എല്ലാ മെറ്റീരിയൽസിനും ഒരേപോലെയല്ല ഈ ഗ്യാപ്പ് ഉണ്ടാവുക. അപ്പൊ ഈ ഗ്യാപ്പിന്റെ എത്രത്തോളം ഗ്യാപ്പ് ഉണ്ട് എന്നുള്ളതിനനുസരിച്ചാണ് മെറ്റീരിയൽസിനെ നമ്മൾ നന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതാണ് കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്. ഈ മൂന്ന് മെറ്റീരിയൽസും തമ്മിലുള്ള മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എനർജി ഗ്യാപ്പിലുള്ള മാറ്റമാണ്. അതായത് വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള എനർജി ഗ്യാപ്പിന്റെ മാറ്റത്തിനനുസരിച്ചിട്ടാണ് മെറ്റീരിയൽസിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആ ക്ലാസിഫിക്കേഷനിലോട്ട് കിടക്കാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ പറയുന്നു കണ്ടക്ടേഴ്സും. അപ്പൊ എന്താണ് കണ്ടക്ടേഴ്സ് എന്ന് പറയാ? നമ്മൾ ചെറുപ്പത്തിലേ പഠിച്ചിട്ടുണ്ടാവും, മെറ്റൽസ് ആർ കണ്ടക്ടേഴ്സ്, ദേ ക്യാൻ കണ്ടക്ട് വെരി ഹൈ ക്വാണ്ടിറ്റി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതായത് മെറ്റൽസ് ആണ് കൂടുതൽ കണ്ടക്ട് ചെയ്യുന്നത്, മെറ്റൽസിന് കണ്ടക്ടിവിറ്റി കൂടുതലാണ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? അപ്പൊ എന്താണ് ഈ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ പറഞ്ഞു ഓരോ ആറ്റത്തിനും അല്ലെങ്കിൽ ഓരോ ക്രിസ്റ്റലിനും വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ വാലൻസ് ബാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വാലൻസ് ഷെല്ലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബാൻഡാണ്, എനർജി ബാൻഡാണ് വാലൻസ് ബാൻഡ്. അപ്പൊ ഓരോ വാലൻസ് ബാൻഡിന്റെ മുകളിലായിട്ട് ഒരു കണ്ടക്ഷൻ ബാൻഡ് ഉണ്ടായിരിക്കും. ഇനി ഈ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ കണ്ടക്ടേഴ്സിൽ അല്ലെങ്കിൽ മെറ്റൽസിൽ എങ്ങനെയാണ് ഉള്ളത് എന്നുള്ള ഒരു ചിത്രീകരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ പിക്ചറിലേക്ക് ശ്രദ്ധിക്കുക. ഇവിടെ എന്താണ്? ഈ നടുവിൽ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഒരു ഭാഗം ഉണ്ട് അല്ലെ? എന്താണ് ആ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഗ്യാപ്പ് അല്ല. അപ്പൊ ഈ വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത് ഇത്രയും ഭാഗമാണ്. ഈ ഒരു
ചതുരത്തിലുള്ള അല്ലെങ്കിൽ റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഭാഗമാണ് വാലൻസ് ബാൻഡ്. ഇത്രയും വാലൻസ് ബാൻഡ് ആണ്. ഇനി കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത് ഇതാണ് കണ്ടക്ഷൻ ബാൻഡ്. അപ്പൊ ഇത് തമ്മിലുള്ള ഗ്യാപ്പ് ആണോ എന്ത് ആ ഇടയിലുള്ള ഷെയ്ഡ് ചെയ്ത ഭാഗം? അല്ല, അത് രണ്ടും തമ്മിൽ എന്താണ് ഓവർലാപ്പ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അതായത് വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഓവർലാപ്ഡ് ആണ്. അതിന്റെ ഇടയിൽ അവിടെ ഒരു സ്പേസ് ഇല്ല, EG എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് അവിടെ ഇല്ല. മനസ്സിലായോ? കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും തമ്മിൽ ഓവർലാപ്ഡ് ആണെങ്കിൽ, അതല്ല അവിടെ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ഇല്ല എങ്കിൽ, 0 ഇലക്ട്രോൺ വോൾട്ട് ആണെങ്കിൽ, അങ്ങനെയുള്ള മെറ്റീരിയൽസിന് നമ്മൾ പറയുന്ന പേരാണ് കണ്ടക്ടേഴ്സ്. എന്താണ്? കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ മെറ്റൽസ് എന്ന് പറയുന്നത്. അതായത് മെജോറിറ്റി ഓൾമോസ്റ്റ് ഓൾ മെറ്റൽസ് എന്താണ് കണ്ടക്ടേഴ്സ് ആണ്. മെറ്റൽസ് നന്നായിട്ട് കണ്ടക്ട് ചെയ്യും. നമുക്കറിയാം നമ്മള് ഇലക്ട്രിക് വയറുകളിലും മറ്റൊക്കെ എന്താണ് കോപ്പർ, അലുമിനിയം അങ്ങനത്തെ ഒക്കെ മെറ്റീരിയൽസ് അല്ലെ, മെറ്റൽസ് അല്ലെ യൂസ് ചെയ്യുന്നത്. അതെന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റി നന്നായിട്ട് കണ്ടക്ട് ചെയ്യുന്ന, ഹീറ്റ് നന്നായിട്ട് കണ്ടക്ട് ചെയ്യുന്നതൊക്കെ ആരാണ്? മെറ്റൽസ് ആണ്. അപ്പൊ അവിടെ വിഡ്ത്ത്, ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് വെരി ലോ ആണ്. അല്ലെങ്കിൽ ലോ എന്ന് പറഞ്ഞാൽ 0 ആണ്, ഇല്ല, അവിടെ ഇല്ല. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ ഭയങ്കര മൈന്യൂട്ട്, വെരി മൈന്യൂട്ട് ആണെങ്കിലും 0.00001 അത്രയ്ക്ക് കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ അത്രയ്ക്ക് ഗ്യാപ്പ് ഉള്ളൂ എങ്കിൽ എന്ത് ചെയ്യില്ല? കണ്ടക്ട് ചെയ്യാൻ കഴിയില്ല. സോറി, നന്നായിട്ട് കണ്ടക്ട് ചെയ്യും. അതിന് നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് പറയും. അതായത് നമ്മൾ ഒന്നുകൂടി ക്ലിയർ ചെയ്ത് പറയുകയാണെങ്കിൽ, ഓക്കെ, ഇതിൽ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഓവർലാപ്ഡ് ആണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഒരു ആറ്റം എടുക്കുകയാണ്. ഇപ്പൊ നമ്മൾ സോഡിയം അല്ല എക്സാമ്പിൾ പറഞ്ഞു, അപ്പൊ സോഡിയം തന്നെ എടുക്കാം. അപ്പൊ സോഡിയത്തിന്റെ വാലൻസ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട് എന്ന് പറഞ്ഞു. ആ ഒരു ഇലക്ട്രോൺ ഇവിടെ വാലൻസ് ഷെല്ലിൽ ഉണ്ട് എന്ന് വിചാരിക്കാം. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇത് എന്ത് ചെയ്യും? ഇതിനെ കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത് ഓവർലാപ്ഡ് ആണ്. അത് വാലൻസ് ബാൻഡിന്റെ തൊട്ടടുത്ത് തന്നെയാണ്, ഇവർ തമ്മിൽ ഗ്യാപ്പ് ഒന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യും? ഇവിടുത്തെ വാലൻസ് ബാൻഡിലെ ഇലക്ട്രോണിന് പെട്ടെന്ന് തന്നെ ഈ കണ്ടക്ഷൻ ബാൻഡിലേക്ക് ചാടിയിട്ട് കണ്ടക്ഷൻ ബാൻഡിൽ എത്താൻ പറ്റും. ഓക്കെ, അപ്പൊ കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്? അതിന് ഈസി ആയിട്ട് കണ്ടക്ട് ചെയ്യാം. അതിന് കണ്ടക്ടിവിറ്റി കൂടും, കണ്ടക്ഷൻ നടത്താൻ പറ്റും, മൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ കണ്ടക്ടിവിറ്റി കൂടുതലായിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്തതായിട്ട് ഇൻസുലേറ്റേഴ്സ്. ഇത് ഈ ഒരു പിക്ചർ ശ്രദ്ധിക്കാം. ഈ ഇൻസുലേറ്റേഴ്സ്, ഇപ്പൊ നേരത്തെ നമ്മൾ കണ്ടക്ടേഴ്സിന്റെ ഫിഗർ കണ്ടു. അതും ഇതും തമ്മിലുള്ള മാറ്റം എന്താണ്? നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവില്ലേ? അതായത് താഴെ വാലൻസ് ബാൻഡ് കൊടുത്തിട്ടുണ്ട്, ദെൻ ഏറ്റവും മുകളിൽ CB കണ്ടക്ഷൻ ബാൻഡ്. ഇത് കണ്ടക്ഷൻ ബാൻഡും ഇത് വാലൻസ് ബാൻഡും. ഇനി ഇത് എനർജി ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് വാലൻസ് ബാൻഡിലെ ഇലക്ട്രോൺസ് ഇവിടെ ഉണ്ടായിരിക്കും. ദെൻ കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറഞ്ഞാൽ ഇത്രയും ദൂരെയാണ്, ഇവിടെയാണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും തമ്മിൽ വലിയൊരു ഗ്യാപ്പ് തന്നെ ഉണ്ട്. ഇവിടെ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റർ ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട്. നേരത്തെ എനർജി ഗ്യാപ്പ് 0 ആയിരുന്നു, അവിടെ ഒരു ഗ്യാപ്പ് ഇല്ലായിരുന്നു. ഇവിടെ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് 3 ഇലക്ട്രോൺ വോൾട്ടിലേറെ കൂടുതലാണ്. അതായത് ഇവിടെ ഇത് തമ്മിൽ നല്ല അത്യാവശ്യം നല്ലൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുമ്പോ ഇവിടെ വാലൻസ് ബാൻഡിൽ ഒരു ഇലക്ട്രോൺ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ഇലക്ട്രോണിന് ഈ കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്താൻ കഴിയോ? ഇല്ല. അപ്പൊ ഈ 3 ഇലക്ട്രോൺ വോൾട്ടിനേക്കാളും കൂടുതലായിട്ടുള്ള ഒരു നല്ല അത്യാവശ്യം വലിയൊരു എനർജി കിട്ടിയാൽ മാത്രമേ ഇവിടെയുള്ള ഇലക്ട്രോണിന് എവിടേക്ക് എത്താൻ പറ്റുള്ളൂ? കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്താൻ പറ്റുള്ളൂ. അത് പോസിബിൾ അല്ല. അതുകൊണ്ട് വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോണിന് എവിടെ എത്താൻ കഴിയില്ല? കണ്ടക്ഷൻ ബാൻഡിൽ എത്താൻ കഴിയില്ല. അപ്പൊ കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസ് എത്തിയിട്ടില്ലെങ്കിൽ കണ്ടക്ട് ചെയ്യുവോ? ഇല്ല. അതുകൊണ്ട് ഇൻസുലേറ്റേഴ്സിന് എന്ത് ചെയ്യാൻ കഴിയില്ല? കണ്ടക്ട് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, electrons in the valence band need large amount of energy to break the bond and jump to conduction band since energy gap is greater between them. അത് തന്നെയാണ് അത് നമ്മളിപ്പോ ഇവിടെ പറഞ്ഞത്. എനർജി ഗ്യാപ്പ് കൂടുതലായതുകൊണ്ട് തന്നെ ഇവിടെ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസിന് ഒരുപാട് എനർജി കിട്ടിയെങ്കിൽ മാത്രമേ ആ ആറ്റത്തിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അതിനെ കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ കണ്ടക്ടിവിറ്റി ഇല്ല, കണ്ടക്ട് ചെയ്യില്ല. ഇവിടുത്തെ ഇലക്ട്രോൺ മുകളിലേക്ക് എത്തില്ല, കണ്ടക്ഷൻ നടക്കില്ല, കണ്ടക്ടിവിറ്റി 0 ആണ്. ഇനി കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾസ് ആണ് മെറ്റൽസ് എന്ന് പറഞ്ഞു. ഇൻസുലേറ്റേഴ്സിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്?
നമുക്കറിയാം അല്ലെ, പ്ലാസ്റ്റിക് കറണ്ട് കടത്തിവിടോ? ഇല്ല. റബ്ബർ കടത്തിവിടില്ല. പ്ലാസ്റ്റിക്, റബ്ബർ. ഇതുപോലെ ഡയമണ്ട്, കാർബണും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. ഡയമണ്ട് ആൻഡ് കാർബൺ. ഡയമണ്ടിന്റെ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് 6 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഗ്രേറ്റർ ദാൻ 3 അല്ലേ? 3 ഇലക്ട്രോൺ വോൾട്ടിനേക്കാളും കൂടുതൽ എനർജി ഗ്യാപ്പ് ഉള്ളത് ഒന്നും കണ്ടക്ട് ചെയ്യില്ല. ഡയമണ്ടിന്റെ 6 ആണ്, കാർബണിന്റേത് 4 ആണ്. അപ്പൊ ഇത് രണ്ടും കണ്ടക്ട് ചെയ്യുമോ? ഇല്ല. അപ്പൊ ഡയമണ്ടും കാർബണും എന്താണ്? ഇൻസുലേറ്റേഴ്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ. അപ്പോ കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ സെമി കണ്ടക്ടർ എന്ന പോർഷനിലേക്ക് മൂവ് ചെയ്യാണ്. ഇതാണ് നമ്മുടെ മെയിൻ ടോപ്പിക്. നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെമി കണ്ടക്ടേഴ്സ് ആണ്. അപ്പൊ നമുക്ക് സെമി കണ്ടക്ടേഴ്സ് എന്താണെന്ന് കൂടി നോക്കാം. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ഇൻസുലേറ്റേഴ്സിന്റെയും കണ്ടക്ടേഴ്സിന്റെയും ഫിഗർ കണ്ടു അല്ലെ? ഇനി നമുക്ക് സെമി കണ്ടക്ടേഴ്സിന്റെ പിക്ചറിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ഇനി ഇവിടെ എന്താണ്? വാലൻസ് ബാൻഡും ഉണ്ട്, കണ്ടക്ഷൻ ബാൻഡും ഉണ്ട്. ഇതിന്റെ ഇടയിലുള്ള എനർജി എത്രയാണ്? ഗ്യാപ്പ് ഉണ്ടോ ചോദിച്ചാൽ ഗ്യാപ്പ് ഉണ്ട്. എന്നാലോ അത്ര വലിയൊരു ഗ്യാപ്പ് ഒന്നും അല്ല. ലെസ് ദാൻ, എനർജി ഗ്യാപ്പ് ലെസ് ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട് ആണ് അല്ലെ? 3 ഇലക്ട്രോൺ വോൾട്ടിലേറെ കുറഞ്ഞൊരു എനർജി ഗ്യാപ്പ് ആണുള്ളത്. 0 അല്ല, 0നേക്കാളും കൂടുതലുമാണ്, എന്നാൽ 3നേക്കാളും കുറവാണ്. അപ്പൊ ആ ഒരു രീതിയിലുള്ള എനർജി ഗ്യാപ്പ് ആണ് ഇവിടെ ഉള്ളത്. ഇനി ഇവിടെ വാലൻസ് ഷെല്ലിൽ ഈ 2 ഡോട്ടുള്ള ഇലക്ട്രോൺസ് ആണ് കേട്ടോ. ഈ വാലൻസ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ഉണ്ട്. ആ ഇലക്ട്രോൺസിനെ കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഡയറക്റ്റ് എത്താൻ കഴിയില്ല. കാരണം കണ്ടക്ടറിലെ പോലെയല്ല, ഇവിടെ കുറച്ചൊക്കെ ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ എന്താണ്? ഒരു റൂം ടെമ്പറേച്ചറിലൊക്കെ, ചിലതിൽ റൂം ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ ചെറിയ ഒരു ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ, ഒരു എനർജി കിട്ടിക്കഴിഞ്ഞാൽ ഈ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്താൻ കഴിയും. അപ്പൊ കണ്ടക്ഷൻ ബാൻഡിൽ എത്തിക്കഴിഞ്ഞാലോ കണ്ടക്ഷൻ നടക്കും, കണ്ടക്ടിവിറ്റി കൂടും. അങ്ങനെ എന്താണ്? കണ്ടക്ട് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് സെമി കണ്ടക്ടേഴ്സ് ഇൻസുലേറ്റേഴ്സിനെ പോലെയല്ല. സെമി കണ്ടക്ടേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടക്ട് ചെയ്യാൻ കഴിയും. പക്ഷെ ചെറിയ ഒരു ലിറ്റിൽ എമൗണ്ട് ഓഫ് എനർജി വേണം, അല്ലെങ്കിൽ ഒരു റൂം ടെമ്പറേച്ചറിലൊക്കെയാണ് കണ്ടക്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ. പിന്നെ ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ എനർജിയാണ്. ഈ ഒരു എനർജിന്റെ ബേസിസിലാണ് ഇതിനൊക്കെ നമ്മൾ, ഈ ഒരു എനർജി ഗ്യാപ്പിന്റെ ബേസിസിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ വിഡ്ത്ത് എത്രയാണ്? ലെസ് ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട്. എന്നിട്ട് ഇതിന്റെ കണ്ടക്ടേഴ്സിന്റെ എന്തായിരുന്നു? കണ്ടക്ടേഴ്സിൽ ഇ ജി എന്ന് പറയുന്നത് 0 ആയിരുന്നു. ദെൻ ഇൻസുലേറ്റേഴ്സിൽ ഇ ജി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 3 ആയിരുന്നു. ഇപ്പൊ നമ്മൾ പറയുന്നത് സെമി കണ്ടക്ടേഴ്സ് ആണ്. സെമി കണ്ടക്ടേഴ്സിൽ ലെസ് ദാൻ 3 ആണ്. ഓക്കെ, ലെസ് ദാൻ 3. അപ്പൊ ഇതാണ് ഈ 3 ക്ലാസിഫിക്കേഷന്റെ ബേസിക് എന്ന് പറയുന്നത്. ഇതിന്റെ ബേസിസിലാണ്, ഈ ഒരു എനർജി ഗ്യാപ്പിന്റെ വിഡ്ത്തിന്റെ ബേസിസിലാണ് മെറ്റീരിയൽസിനെ നമ്മൾ ഇങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പൊ സെമി കണ്ടക്ടേഴ്സ് എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് ലെസ് ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട് എനർജി ഗ്യാപ്പ് ഉള്ളത്. ഓക്കെ. അപ്പൊ ആ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസിന് സഫീഷ്യന്റ് എനർജി കിട്ടിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യും. ഈവൻ റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ പോലും അങ്ങനെ മൂവ് ചെയ്യാൻ കഴിയും. അപ്പൊ അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? കണ്ടക്ടിവിറ്റി കൂടും. ആ കാര്യങ്ങളൊക്കെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഓൾസോ നമ്മൾ എന്ത് ചെയ്യാം? ടെമ്പറേച്ചർ കൊടുത്താൽ നമ്മൾ പറഞ്ഞു കണ്ടക്ടിവിറ്റി കൂടും എന്ന് പറഞ്ഞു അല്ലെ? അതായത് ടെമ്പറേച്ചർ കൊടുക്കുക എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ കറന്റ് കൊടുക്കുകയാണ്, ഇലക്ട്രിസിറ്റി കൊടുക്കുകയാണെങ്കിൽ കറന്റ് കൊടുത്താൽ കുറെ കൊടുത്താൽ എന്ത് ചെയ്യും? ചൂടാവാൻ തുടങ്ങും അല്ലെ? കറന്റ് ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ കണ്ടക്ടിവിറ്റി കൂടും. കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വസ്തുവിനെ കടത്തിവിടുക അല്ലെ? ഈ കണ്ടക്ടിവിറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ്? കടത്തിവിടാത്തതിന് നമ്മൾ എന്താ പറയാ? റെസിസ്റ്റ് ചെയ്യുക എന്ന് പറയില്ലേ? റെസിസ്റ്റൻസ് എന്ന് പറയും. അപ്പൊ കണ്ടക്ടിവിറ്റി കൂടുക എന്ന് പറഞ്ഞാല് റെസിസ്റ്റിവിറ്റി കുറയാന്നല്ലേ? ഓക്കെ. കണ്ടക്ടിവിറ്റി കൂടുക എന്ന് പറഞ്ഞാല് റെസിസ്റ്റിവിറ്റി കുറയാന്നാണ്. അതായത് കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ കടത്തിവിടുക, റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ കടത്തിവിടാതിരിക്കുക. ഒരു വസ്തുവിനെ കടത്തിവിടുന്നത് അല്ലെങ്കിൽ കണ്ടക്ഷൻ കൂടുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം റെസിസ്റ്റിവിറ്റി കുറയാന്നാണ്. അപ്പൊ ഇവിടെ നമുക്ക് പറയാം എന്ത്? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് റെസിസ്റ്റിവിറ്റി ഇൻക്രീസ് ചെയ്യാണ്. കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാണ്, റെസിസ്റ്റിവിറ്റി ഡിക്രീസ് ചെയ്യാണെന്ന് പറയും. അതായത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റിവിറ്റി കുറയുന്നു.
അപ്പോ ഇതിനെ സെമി കണ്ടക്ടേഴ്സിന്റെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, അതായത് ആൽഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽഫ എന്ന് പറയുന്ന ഒരു കോഎഫിഷ്യന്റ് ആണ് ഇവിടെ പറയുന്നത്. അതായത് കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്, ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറും റെസിസ്റ്റൻസും തമ്മിലുള്ള റിലേഷൻ ആണ് ഉദ്ദേശിച്ചത്. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസിൽ എന്ത് ചേഞ്ച് വരുന്നു, അതായത് റെസിസ്റ്റൻസ് കുറയുന്നു, നെഗറ്റീവ് ആകുന്നു. ആൽഫ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അതായത് സെമി കണ്ടക്ടേഴ്സിന്റെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആൽഫ എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവ് ആണ്. നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇൻസുലേറ്റേഴ്സിന്റെയും സെമി കണ്ടക്ടേഴ്സിന്റെ ഒക്കെ ഇൻസുലേറ്റേഴ്സിന്റെയും കണ്ടക്ടേഴ്സിന്റെ ഒക്കെ എക്സാമ്പിൾസ് പറഞ്ഞു. അതേപോലെ സെമി കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ ഉണ്ട് അല്ലെ. നമ്മൾ സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് ആദ്യം വരുന്ന രണ്ട് എലമെന്റ്സ് ആണ് എന്ത്, ജെർമേനിയം അതുപോലെ സിലിക്കൺ എന്ന് പറയുന്നത്. ജെർമേനിയം ആൻഡ് സിലിക്കൺ, ജെർമേനിയവും സിലിക്കണും, ഇത് രണ്ടുമാണ് സെമി കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ. ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് എന്ത്, Eg ഈക്വൽ ടു 0.7 ഇലക്ട്രോൺ വോൾട്ട് ആൻഡ് Eg ഈക്വൽ ടു ഫോർ സിലിക്കണിന്റെ എത്രയാണ് 1.1 ഇലക്ട്രോൺ വോൾട്ടും ജെർമേനിയത്തിന്റെ 0.7 ഇലക്ട്രോൺ വോൾട്ടും. എന്താണത്, അതായത് വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഡിഫറൻസ് എന്ന് പറയുന്ന എനർജി ഗ്യാപ്പ് ആണ് ആ Eg എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ജെർമേനിയത്തിന്റെ 0.7 ആണ്, ലെസ് ദാൻ 3 അല്ലേ, 3നേക്കാളും കുറവാണ് അല്ലെ. സിലിക്കണിന്റെ 1.1 ആണ്, അതും 3നേക്കാളും കുറവല്ലേ. അപ്പൊ അതെന്താണ്, സെമി കണ്ടക്ടർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു എന്തെങ്കിലും ഒരു മെറ്റീരിയലിന്റെ എനർജി ഗ്യാപ്പിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അത് കണ്ടക്ടർ ആണോ സെമി കണ്ടക്ടർ ആണോ ഇൻസുലേറ്റർ ആണോ എന്നൊക്കെ ഈസി ആയിട്ട് പറയാം. ഇങ്ങനെ കണ്ടക്ടർ ആണെങ്കിൽ 0 ആയിരിക്കും, എനർജി ഗ്യാപ്പ് ഉണ്ടാവില്ല, ഓവർലാപ്ഡ് ആയിരിക്കും രണ്ട് ബാൻഡുകളും. ഇൻസുലേറ്റർ ആകുമ്പോഴോ, ഇൻസുലേറ്റർ ആണെങ്കിൽ 3നേക്കാളും കൂടുതൽ വില ആയിരിക്കും. നമ്മൾ പറഞ്ഞു ഡയമണ്ടിന്റെ 6 ആണ്, കാർബണിന്റേത് 4 ആണെന്ന് പറഞ്ഞു അല്ലെ. 3നേക്കാളും കൂടുതൽ വാല്യൂ, എനർജി ഗ്യാപ്പിന്റെ വാല്യൂ ഉള്ളതാണെങ്കിൽ അത് ഇൻസുലേറ്റർ ആണ്, അതിന് കണ്ടക്ട് ചെയ്യാൻ കഴിയില്ല. ഇതുപോലെ 3ന്റെയും 0ന്റെയും ഇടയിലുള്ള ഒരു വാല്യൂ ആണെങ്കിൽ അത് സെമി കണ്ടക്ടേഴ്സ് ആണ്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത സെഷനിലേക്ക് പോവാം. അടുത്തായിട്ട് പറയുന്ന സെമി കണ്ടക്ടേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പൊ നമ്മൾ മെറ്റീരിയൽസിന്റെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തതാണ് എന്ത്, കണ്ടക്ടർ, ഇൻസുലേറ്റർ ആൻഡ് സെമി കണ്ടക്ടർ. സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് 3നേക്കാളും കുറവ് എനർജി ഗ്യാപ്പ് ഉള്ള മെറ്റീരിയൽസ് ആണ് സെമി കണ്ടക്ടേഴ്സ്. സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് ഒരു സഫിഷ്യന്റ് എനർജി കിട്ടിക്കഴിഞ്ഞാൽ അതിനെ കണ്ടക്ട് ചെയ്യാൻ കഴിയും, അങ്ങനെയുള്ള മെറ്റീരിയൽസ് ആണ് സെമി കണ്ടക്ടേഴ്സ്. ഇനി സെമി കണ്ടക്ടേഴ്സിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാണ്. ഫസ്റ്റ് വൺ ഇൻട്രിൻസിക് ആൻഡ് സെക്കൻഡ് വൺ എക്സ്ട്രിൻസിക്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സും എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സും. എന്തായിരിക്കും ഇൻട്രിൻസിക്കും എക്സ്ട്രിൻസിക്കും? എന്താണ് ഇന്ന് പറഞ്ഞാല്? ഇന്ന് പറഞ്ഞാല് ഉള്ളില് അല്ലെ, നമുക്കറിയാം ഇൻ ദ ഹൗസ് എന്ന് പറഞ്ഞാൽ വീടിന്റെ ഉള്ളിൽ. എന്താ എക്സ് എന്ന് പറഞ്ഞാല്, എക്സിറ്റ് എന്നൊക്കെ പറഞ്ഞാല് പുറത്തുനിന്നല്ലേ. അപ്പൊ ഇന്ന് പറഞ്ഞാല് അതിന്റെ ഉള്ളിൽ തന്നെ ഉള്ളത്, എക്സ് എന്ന് പറഞ്ഞാല് പുറത്തുനിന്നുള്ള എന്തൊക്കെയോ അതിലുണ്ട്. ജസ്റ്റ് അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി, അപ്പൊ തന്നെ മനസ്സിലാവും. ഇന്ന് പറഞ്ഞാല് ഉള്ളിൽ തന്നെ ഉള്ളത്, അതിന്റെ ഉള്ളിൽ തന്നെ ഉള്ളത്. എക്സ് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്നുള്ള എന്തൊക്കെയോ അതിൽ മിക്സ് ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതായത് ഇൻട്രിൻസിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്യുവർ ഫോം ഓഫ് സെമി കണ്ടക്ടർ. അപ്പൊ നമ്മളെപ്പോഴും എക്സാമ്പിൾസ് വെച്ചിട്ട് ആലോചിക്കാം. ഒരു കാര്യം നമുക്കൊരു ഉദാഹരണ സഹിതം നമ്മളെ ഡെയിലി ലൈഫിൽ എന്തെങ്കിലും എക്സാമ്പിൾസ്, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും എന്തെങ്കിലും എക്സാമ്പിൾസ് വെച്ചിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ കാര്യം പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ, നമ്മൾ സെമി കണ്ടക്ടറിന് എക്സാമ്പിൾ പറഞ്ഞത് ജെർമേനിയം അല്ലെങ്കിൽ സിലിക്കൺ. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് ആയിട്ടുള്ളത് അത് വെച്ചിട്ട് തന്നെ ഇനിയുള്ള ഫുള്ള് സെമി കണ്ടക്ടേഴ്സിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ആ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ ഓർത്തെടുക്കുമ്പോൾ നമുക്കത് കറക്റ്റ് ആയിട്ട് ഓർമ്മയിൽ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ജെർമേനിയം അല്ലെങ്കിൽ സിലിക്കൺ എങ്ങനെ മനസ്സിൽ വിചാരിക്കാം. ഓക്കെ, പ്യുവർ ഫോം ഓഫ് സെമി കണ്ടക്ടർ ആണ് ഇൻട്രിൻസിക് എന്ന് പറയുന്നത്. ഇപ്പൊ ജെർമേനിയത്തിന്റെ ഒരു ക്രിസ്റ്റൽ അല്ലെങ്കിൽ സിലിക്കണിന്റെ ഒരു ക്രിസ്റ്റൽ അതിന്റെ പ്യുവർ ഫോമിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, അതിക്ക് നമ്മൾ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഒരു ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ എന്താ, ഒരുപാട് ആറ്റംസ് കൂടിച്ചേർന്നാണ്. ഇപ്പൊ ഫുള്ള് ജെർമേനിയത്തിന്റെ ആറ്റം എടുത്തിട്ട് നമ്മൾ പുറത്തുനിന്നുള്ള ഒന്നും ആഡ് ചെയ്യാതെ നമ്മൾ ജെർമേനിയത്തിന്റെ ഒരു ക്രിസ്റ്റൽ ഉണ്ടാക്കി. അതാണ് എന്ത്, ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. സിമ്പിൾ ആയിട്ട് അത്രേ ഉള്ളൂ. അതായത് അതിൽ പുറത്തുനിന്നുള്ള ഒന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല, ഒരു
ജെർമേനിയത്തിന്റെ സെമി കണ്ടക്ടർ അല്ലെങ്കിൽ ഒരു സിലിക്കണിന്റെ സെമി കണ്ടക്ടർ, നോ ഇംപ്യൂരിറ്റീസ് ആർ ആഡഡ് ടു ദാറ്റ്. അതിലേക്ക് വേറെ ഒരു ഇംപ്യൂരിറ്റിയും പുറത്തുനിന്നുള്ള ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. ഇനി ഇൻട്രിൻസിക്കില് പൊതുവെ എന്താണ്, ടെട്രാ വാലന്റ് ആറ്റംസ് ആണ് ഉണ്ടായിരിക്കുക. ഈ ജെർമേനിയം ആണെങ്കിലും സിലിക്കൺ ആണെങ്കിലും ഒക്കെ എന്താണ്, അതൊക്കെ ടെട്രാ വാലന്റ് ആറ്റംസ് ആണ്. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം എന്താണ്, ജെർമേനിയത്തിന്റെ ആറ്റോമിക് നമ്പർ എത്ര അറിയോ? 32 ആണ്. 32. അപ്പൊ അതിന്റെ ഇലക്ട്രോണിക് വിന്യാസം എങ്ങനെ വരും? 2, 8, 18, ദെൻ ഇപ്പൊ എത്രയായി? ടോട്ടൽ 28 ആയി. 32 ആവണമെങ്കിൽ 4 കൂടി. അപ്പൊ വാലൻസ് ഇലക്ട്രോണില് അവസാനത്തെ ഷെല്ലില് എത്ര ഇലക്ട്രോൺസ് വരുന്നത്? 4 ഇലക്ട്രോൺസ്. അതിനെയാണ് നമ്മൾ വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയാം. അവസാനത്തെ ഷെല്ലില് 4 ഇലക്ട്രോൺസ് അല്ലേ? അപ്പൊ ഈ 4 ഇലക്ട്രോൺസ് അവസാനത്തെ ഷെല്ലാണ്. അങ്ങനെയുള്ള ആറ്റംസിനെ നമ്മൾ എന്ത് പറയും? ടെട്രാ വാലന്റ് ആറ്റംസ് എന്ന് പറയും. ടെട്രാ വാലന്റ് ആറ്റംസ്. അപ്പൊ അതിന്റെ വാലൻസി എന്ന് പറയുന്നത് 4 ആണ്. അവസാനത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അതാണ് വാലൻസി. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ ഇവിടെ 3 എണ്ണമാണ് അവസാനത്തെ ഷെല്ലിലെങ്കിൽ അങ്ങനെയുള്ള ആറ്റംസ് നമ്മൾ എന്ത് പറയും? ട്രൈ വാലന്റ് ആറ്റംസ് എന്ന് പറയും. ഇനി 5 എണ്ണാണെങ്കിലോ പെന്റാ വാലന്റ് ആറ്റംസ് എന്ന് പറയും. 2 എണ്ണാണെങ്കിലോ ബൈ വാലൻസി എന്ന് പറയും. അപ്പൊ ഇങ്ങനെയാണ് ആ പേര് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതില് നമ്മൾ പറഞ്ഞു ജെർമേനിയം എന്ന് പറയുന്നത് എന്താണ്? ടെട്രാ വാലന്റ് ആണ്. ഇതേപോലെ സിലിക്കൺ എന്ന് പറയുന്നത് എന്താണ്? ടെട്രാ വാലന്റ് ആണ്. അപ്പൊ ഈ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് ഒക്കെ എന്തായിരിക്കും? ടെട്രാ വാലന്റ് ആറ്റംസ് ആയിരിക്കും. ഓക്കെ, ടെട്രാ വാലന്റ് ആറ്റംസ് ആയിരിക്കും. ഇനി അതിന് എക്സാമ്പിൾസ് ആണ് എന്ത്? പ്യുവർ ജെർമേനിയം അല്ലെങ്കിൽ സിലിക്കൺ ക്രിസ്റ്റൽസ്. അപ്പൊ ഇത്രയാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഒന്നും കൂടി പറയാ, എന്താണ്? പ്യുവർ ഫോം ഓഫ് സെമി കണ്ടക്ടർ ആണ്. ഇമ്പ്യൂരിറ്റീസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇതിലെന്താണ്? ടെട്രാ വാലന്റ് ആറ്റംസ് ആണ്. എക്സാമ്പിൾ ജെർമേനിയം, സിലിക്കൺ. ടെട്രാ വാലൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? അവസാനത്തെ ഷെല്ലില്, വാലൻസ് ഷെല്ലില് 4 ഇലക്ട്രോൺസ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ അടുത്ത സെഷൻ സെമി കണ്ടക്ടറിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു എന്ന് പറഞ്ഞു, ഇൻട്രിൻസിക്. അടുത്തത് എന്താണ്? എക്സ്ട്രിൻസിക്. അപ്പൊ എന്തായിരിക്കും എക്സ്ട്രിൻസിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് പുറത്തുനിന്നുള്ള എന്തോ ആഡ് ചെയ്തു. അപ്പൊ ഇൻട്രിൻസിക് നമ്മൾ പറഞ്ഞു ഒന്നും ആഡ് ചെയ്തിട്ടില്ല, ഒരു ഇമ്പ്യൂരിറ്റിയും ഇല്ല, പ്യുവർ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എക്സ്ട്രിൻസിക് അതിന്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്തിട്ടുണ്ട്, ഇത് പ്യുവർ അല്ല, ഇതെന്താണ്? ഇംപ്യുവർ ആണ്. പ്യുവറിന്റെ ഓപ്പോസിറ്റ് ആണ് ഇംപ്യുവർ. ഇംപ്യുവർ ഫോം ഓഫ് സെമി കണ്ടക്ടർ ആണ് എന്ത്? എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ പുറത്തുനിന്നുള്ള ആറ്റംസ്, അതായത് ജെർമേനിയം അല്ല, നമ്മൾ ഇൻട്രിൻസിക് നമ്മൾ വെറും ജെർമേനിയത്തിന്റെ ആറ്റം മാത്രം ഉപയോഗിച്ചിട്ടാണ് ക്രിസ്റ്റൽ ഉണ്ടാക്കിയത്. അപ്പൊ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിൽ ജെർമേനിയം അല്ലാതെ വേറെ ഏതെങ്കിലും ആറ്റംസ് കൂട്ടിയിട്ട്, വേറെ ഏതെങ്കിലും ആറ്റംസിനെ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു സെമി കണ്ടക്ടർ ആണ് എന്ത്? എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. ഇനി ഏത് ആറ്റത്തെ ആയിരിക്കും ഇതിലേക്ക് ചേർത്തിട്ടുണ്ടാവുക? എല്ലാ ആറ്റത്തിനെയും പിടിച്ച് ചേർക്കാൻ പറ്റുമോ? ഇല്ല, ചില പ്രത്യേക ആറ്റംസിനെയൊക്കെ കൂട്ടിച്ചേർത്തിട്ടാണ് ഈ ഒരു എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അത് ഏതൊക്കെയാണ് എന്താണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഇമ്പ്യൂരിറ്റീസ് ആഡഡ് ടു ദ ഇൻട്രിൻസിക് പ്യുവർ ഫോം ഓഫ് സെമി കണ്ടക്ടർ. അതായത് സാധാരണ ഒരു സെമി കണ്ടക്ടർ അല്ലെങ്കിൽ പ്യുവർ ഫോം ഓഫ് സെമി കണ്ടക്ടർ ആണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞു. അതിൽ ഫുള്ള് ഒരേ പോലെയുള്ള ആറ്റംസ് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ഇമ്പ്യൂരിറ്റിനെ ആഡ് ചെയ്യാണ്. അതായത് അതിലില്ലാത്ത ഒരു എലമെന്റിനെ, അതിലില്ലാത്ത ഒരു ആറ്റത്തെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തിട്ടാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ഉണ്ടാക്കുന്നത്. ഇനി ഈ ആഡ് ചെയ്യുന്ന ആറ്റത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഡോപ്പന്റ്. എന്താണ്? ഡോപ്പന്റ്. ഡോപ്പന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലേക്ക്, ജെർമേനിയത്തിന്റെ അല്ലെങ്കിൽ സിലിക്കണിന്റെ പ്യുവർ ഫോമിലേക്ക് നമ്മൾ എന്താണോ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ഡോപ്പന്റ് എന്ന് വിളിക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഇങ്ങനെ ഈ ഡോപ്പന്റിനെ ആഡ് ചെയ്യുന്ന, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ബോറോൺ എന്ന് പറഞ്ഞ ആറ്റൊക്കെ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സെഷനിലൊക്കെ പറയും, അടുത്തതിൽ പറയും, വരുന്നുണ്ട്. ഇനി നമ്മൾ ബോറോണിനെ ആഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, ജെർമേനിയത്തിന്റെ ക്രിസ്റ്റലിലേക്ക് ബോറോണിനെ ആഡ് ചെയ്യുകയാണെങ്കിൽ ആ ബോറോൺ ആണ് അവിടെ ഡോപ്പന്റ് എന്ന് പറയുന്നത്. പുറത്തുനിന്ന് നമ്മൾ ഏത് എലമെന്റ് ആണോ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് അതാണ് ഡോപ്പന്റ്. ഇനി അങ്ങനെ ആ
ബോറോണിനെ ആഡ് ചെയ്യുന്ന പ്രോസസ്സ്, ബോറോൺ എന്നല്ല ഏതെങ്കിലും ഒരു എലമെന്റിനെ, ഏത് എലമെന്റിനാണോ നമ്മൾ ഈ ക്രിസ്റ്റലിലേക്ക്, പ്യുവർ ക്രിസ്റ്റലിലേക്ക് ആഡ് ചെയ്യുന്നത്, അങ്ങനെ ആഡ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന, ആ ഒരു പ്രക്രിയയെ പറയുന്ന പേരാണ് ഡോപ്പിംഗ്. എന്താണ് പറയാ? ഡോപ്പിംഗ്. ഡോപ്പിംഗ്. അപ്പൊ ഡോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദ പ്രോസസ് ഓഫ് ആഡിങ് എ ഡോപ്പന്റ്, process of adding a dopant into the intrinsic semiconductor is called doping. Impurities are called dopant and the process of adding dopant is called doping. നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു എന്താണ്? This is the impure form of semiconductor. സെമികണ്ടക്ടറിന്റെ impure form ആണ് എക്സ്ട്രിൻസിക് സെമികണ്ടക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഒരു പ്രാവശ്യം കൂടി പറയാം, സെമികണ്ടക്ടേഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, ഇൻട്രിൻസിക് സെമികണ്ടക്ടർ ആൻഡ് എക്സ്ട്രിൻസിക് സെമികണ്ടക്ടർ. ഇൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ളിൽ. അതായത് സെമികണ്ടക്ടറിന്റെ ഉള്ളിൽ എന്താണുള്ളത് അത് മാത്രമേ അവിടെ ഉള്ളൂ. ഒരു പ്യുവർ ഫോം ഓഫ് ക്രിസ്റ്റൽ ആണ് ഇൻട്രിൻസിക് സെമികണ്ടക്ടർ എന്ന് പറയുന്നത്. അതിൽ ഇമ്പ്യൂരിറ്റീസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ടെട്രാവാലന്റ് ആറ്റംസ് ആണ് അതിൽ മേജർ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതായത് ജെർമേനിയം, സിലിക്കൺ ഒക്കെ ടെട്രാവാലന്റ് ആണ്. അതുപോലെയുള്ള ടെട്രാവാലൻസി, അവസാനത്തെ ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ഉള്ള ആറ്റംസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ഉണ്ടാക്കുന്നത്. എക്സാമ്പിൾ ആണ് പ്യുവർ ജെർമേനിയം, പ്യുവർ സിലിക്കൺ ക്രിസ്റ്റൽസ്. ഓക്കെ. ഇനി എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇൻട്രിൻസിക്കിലേക്ക്, ഈ ഒരു പ്യുവർ ഫോം ഓഫ് സെമി കണ്ടക്ടറിലേക്ക് നമ്മൾ അഡീഷണൽ ആയിട്ട് പുറത്തുനിന്ന് വേറെ ഏതെങ്കിലും ഇമ്പ്യൂരിറ്റീസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആറ്റംസ്, എലമെന്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് പുതിയ ഒരു സെമി കണ്ടക്ടർ ഉണ്ടാക്കുകയാണ്. അതായത് ഇംപ്യൂർ ഫോം, ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്തിട്ടില്ല, ആഡ് ചെയ്തുണ്ടാക്കിയ ഇംപ്യൂർ ഫോം ഓഫ് സെമി കണ്ടക്ടർ ആണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. എക്സ്ട്രിൻസിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റിയെ വിളിക്കുന്ന പേരാണ് ഡോപ്പന്റ്. ആ ആഡ് ചെയ്യുന്ന ആ പ്രോസസ്സിന്, ആ പ്രക്രിയ പറയുന്ന പേരാണ് ഡോപ്പിംഗ്. ഇനി എന്ത് മെറ്റീരിയൽ ആണോ അല്ലെങ്കിൽ ഏതൊരു എലമെന്റിനെയാണോ, ആറ്റത്തെയാണോ നമ്മൾ ആഡ് ചെയ്തത്, അതിനനുസരിച്ചിട്ട് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിനെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സെമി കണ്ടക്ടറിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തു ഇൻട്രിൻസിക്കും എക്സ്ട്രിൻസിക്കും. ഇനി ഇൻട്രിൻസിക് അവിടെ നിൽക്കട്ടെ. ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ പ്യുവർ ആണ്, അതിന് ഒന്നും ചെയ്യാനില്ല. ഇനി എക്സ്ട്രിൻസിക് എന്ന് പറഞ്ഞാൽ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്തത് എന്ന് പറഞ്ഞു. അതിനെ തന്നെ നമ്മൾ ആഡ് ചെയ്ത ഇമ്പ്യൂരിറ്റിക്ക് അനുസരിച്ച് നമുക്ക് വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതാണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടറും പി ടൈപ്പ് സെമി കണ്ടക്ടറും. എൻ ടൈപ്പ് ആൻഡ് പി ടൈപ്പ് സെമി കണ്ടക്ടർ. അപ്പൊ ഡോപ്പന്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തത്. ഇത് രണ്ടും എന്താണ്? ഇത് രണ്ടും എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ആണ്. ഇത് രണ്ടും എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ആണ്. എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ആണ്. ഓക്കെ. എൻ ടൈപ്പും എൻ ടൈപ്പും പി ടൈപ്പും. എൻ ടൈപ്പ് സെമി കണ്ടക്ടറും പി ടൈപ്പ് സെമി കണ്ടക്ടറും ഉണ്ട്. ഇത് രണ്ടും എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ആണ്. എന്താണ് ഡിഫറൻസ്? വ്യത്യാസം എന്താണ്? എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ ഉപയോഗിക്കുന്ന ഡോപ്പന്റും പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ ഉപയോഗിക്കുന്ന ഡോപ്പന്റും രണ്ടും രണ്ടാണ്. രണ്ടിലും ഒരേ ഡോപ്പന്റ് അല്ല ഉപയോഗിക്കുന്നത്, ഒരേ ഇമ്പ്യൂരിറ്റി അല്ല ആഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ രണ്ട് ടൈപ്പ് ഉണ്ടായത്. ഇനി എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് നോക്കാം. ഓക്കെ. എൻ ടൈപ്പ് സെമി കണ്ടക്ടറും പി ടൈപ്പ് സെമി കണ്ടക്ടറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് നോക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്താന്ന് നോക്കാം. എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോപ്പന്റ് ആഡഡ് ടു ദ സെമി കണ്ടക്ടർ ഈസ് എ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി. അതായത് നമ്മൾ ഇതിൽ ആഡ് ചെയ്ത ഇമ്പ്യൂരിറ്റി ആണ് നമ്മൾ ഡോപ്പന്റ് എന്ന് വിളിക്കുക എന്ന് പറഞ്ഞു. ആ ഡോപ്പന്റ് എന്ന് പറയുന്നത് എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ എന്താണ്? പെന്റാവാലന്റ് ആണ്. പെന്റാവാലന്റ് എന്താ നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ്? ടെട്രാവാലന്റ് എന്ന് പറഞ്ഞാൽ വാലൻസി 4, വാലൻസ് ഷെല്ലിൽ 4 ഇലക്ട്രോൺ ഉള്ളതാണ് ടെട്രാവാലന്റ്. അപ്പൊ പെന്റാവാലന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാലൻസ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ഉള്ളതാണ് പെന്റാവാലന്റ്. അപ്പൊ അങ്ങനെ 5 ഇലക്ട്രോൺസ് ഉള്ള ഒരു ഇമ്പ്യൂരിറ്റിയെ നമ്മൾ പ്യുവർ ആയിട്ടുള്ള ഒരു സെമി കണ്ടക്ടറിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഒരു പുതിയ സെമി കണ്ടക്ടറിനെ ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഒരു സെമി കണ്ടക്ടറിനെ പറയുന്ന പേരാണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. ഓക്കെ ആണോ? അതായത് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്ത് പുറത്തുനിന്നുള്ള ഒരു എലമെന്റോ ആറ്റോ ആഡ് ചെയ്തത്. അതിൽ തന്നെ എൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്ത ഡോപ്പന്റ് എന്താണ്? ഒരു പെന്റാവാലന്റ്
ആറ്റം ആണ്, അല്ലെങ്കിൽ ഒരു പെന്റാവാലന്റ് എലമെന്റ് ആണ്. പെന്റാവാലൻസി എന്ന് പറഞ്ഞാൽ 5 ഇലക്ട്രോൺസ്, വാലൻസ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ഇല്ലേ എലമെന്റ് ആണ് പെന്റാവാലന്റ് എലമെന്റ് എന്ന് പറഞ്ഞാൽ. ഇനി അതിന് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് പെന്റാവാലന്റ് ഇലക്ട്രോൺസിന്റെ എക്സാമ്പിൾസ് എന്ന് നോക്കാം. ഇലക്ട്രോൺസ് അല്ല, സോറി, ആറ്റംസ്. പെന്റാവാലന്റ് ആറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഴ്സനിക്, ആന്റിമണി, ബിസ്മത്ത്. ഇത് ഓർത്ത് വെക്കുക. ഇതൊക്കെ എന്താണ്? പെന്റാവാലന്റ് ആറ്റംസ് ആണ്. അപ്പൊ ഇതിന്റെയൊക്കെ സിമ്പൽ അറിയോ? അതായത് ആഴ്സനിക്കിന് നമ്മൾ AS എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആന്റിമണിയോ? ആന്റിമണി SB എന്നാണ് കേട്ടോ. ആഴ്സനിക് AS, ആന്റിമണി SB. അതിന്റെ ലാറ്റിൻ നെയിം എന്തെങ്കിലും വെച്ചിട്ടായിരിക്കും SB എന്ന് വന്നത്. ബിസ്മത്ത് എന്ന് പറയുന്നത് BI. ബിസ്മത്ത് BI. ഇത് മൂന്നും എന്താണ്? പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ആണ്. അപ്പൊ ഒരു ജെർമേനിയം ക്രിസ്റ്റലിലേക്ക്, ഒരു സിലിക്കൺ ക്രിസ്റ്റലിലേക്ക്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു സെമി കണ്ടക്ടറിലേക്ക് ഒരു ആഴ്സനിക്കിനെ, അല്ലെങ്കിൽ ഒരു ആന്റിമണിയെ, അല്ലെങ്കിൽ ഒരു ബിസ്മത്തിന്റെ ആറ്റംസിനെ ഇതിനെ ആഡ് ചെയ്തിട്ട് പുതിയൊരു സെമി കണ്ടക്ടർ ഉണ്ടാക്കിയാൽ ആ ഒരു സെമി കണ്ടക്ടറിനെ നമ്മൾ എന്ത് വിളിക്കും? N ടൈപ്പ് സെമി കണ്ടക്ടർ. അതെന്താ? ഇൻട്രിൻസിക് ആണോ? അല്ല, പ്യുവർ അല്ല. അതെന്താണ്? എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ആണ്. എക്സ്ട്രിൻസിക്കിൽ തന്നെ N ടൈപ്പ് സെമി കണ്ടക്ടർ ആണ്. എന്താണ് കാരണം? ഈ 3 എലമെന്റ് ആണ് ആഡ് ചെയ്തതെങ്കിൽ ഇതിന്റെ വാലൻസ്, അല്ലെങ്കിൽ ഇതിന്റെ വാലൻസ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ആണുള്ളത്. അതിനെ നമ്മൾ പെന്റാവാലന്റ് ആറ്റം എന്നാണ് പറയാ. ഇങ്ങനെ പെന്റാവാലന്റ് ആറ്റംസ് ഡോപ്പ് ചെയ്തിട്ട്, ആറ്റംസിനെ കൂട്ടിച്ചേർത്തിട്ടുണ്ടായ സെമി കണ്ടക്ടേഴ്സിന് നമ്മൾ N ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത നമുക്ക് P ടൈപ്പ് സെമി കണ്ടക്ടർ എന്താന്ന് പറയാം. അപ്പൊ N ടൈപ്പിൽ നമ്മൾ പെന്റാവാലന്റ് ആണ് ആഡ് ചെയ്തത് അല്ലേ. ഇനി P ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ P ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിൽ നമ്മൾ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആണ് ആഡ് ചെയ്യുന്നത്. ഡോപ്പന്റ് ഈസ് എ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആറ്റം. ഡോപ്പന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്യുന്ന ആറ്റം ട്രൈവാലന്റ്. എന്തായിരിക്കും ട്രൈവാലന്റ്? നേരത്തെ നമ്മൾ പറഞ്ഞു 5 ഇലക്ട്രോൺ. ട്രൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3. വാലൻസ് ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് ഉള്ള ആറ്റം ആണ് ട്രൈവാലന്റ് ആറ്റം. അപ്പോൾ ട്രൈവാലന്റ് ആറ്റം, വാലൻസ് ഷെല്ലിൽ 3 ഇലക്ട്രോൺ ഉള്ള ആറ്റത്തെയാണ് നമ്മൾ ഡോപ്പ് ചെയ്തതെങ്കിൽ അങ്ങനെയുള്ള സെമി കണ്ടക്ടേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് P ടൈപ്പ് സെമി കണ്ടക്ടർ. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ഒരു പ്രാവശ്യം കൂടി പറഞ്ഞുതരാം. അപ്പൊ ഇതിന് എക്സാമ്പിൾസ് ഉണ്ടോ? അതായത് ട്രൈവാലന്റ് ആറ്റത്തിനുള്ള എക്സാമ്പിൾസ് ആണ് ബോറോൺ, ഗാലിയം, ഇൻഡിയം. ബോറോൺ നമ്മൾ എങ്ങനെ റിപ്രസെന്റ് ചെയ്യും? B, സിമ്പിൾ ആണ് അല്ലെ. ഗാലിയം Ga, ഇൻഡിയം In. ഇത് മൂന്നും എന്താണ്? ട്രൈവാലന്റ് ആണ്. ട്രൈവാലന്റ് എന്ന് പറഞ്ഞാൽ വാലൻസ് ഷെല്ലിൽ 3 ഇലക്ട്രോൺസ്. ഇതുപോലെയുള്ള വാലൻസി 3 ഉള്ള ഏതെങ്കിലും ഒരു ആറ്റത്തെ ഒരു പ്യുവർ ജെർമേനിയം, സിലിക്കൺ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്യുവർ സെമി കണ്ടക്ടറിലേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ട് ഒരു ഇംപ്യൂർ ആയിട്ടുള്ള ഒരു സെമി കണ്ടക്ടർ ഉണ്ടാക്കിയാൽ അങ്ങനെയുള്ള സെമി കണ്ടക്ടറിനെ നമ്മൾ പറയുന്ന പേരാണ് P ടൈപ്പ് സെമി കണ്ടക്ടർ. ഓക്കെ, മാറിപ്പോവില്ല എന്ന് വിചാരിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി പറയാം. അതായത് N ടൈപ്പും P ടൈപ്പും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോപ്പന്റ്, രണ്ടിലും നമ്മൾ എന്താണ്? രണ്ടും എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ആണ്. രണ്ടിലും നമ്മൾ എന്താണ്? ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്നുണ്ട്. ഡിഫറൻസ് എന്ന് പറയുന്നത് N ടൈപ്പിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത് പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ആണ്. ഓക്കെ, പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ആണ്. അതേസമയം P ടൈപ്പിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആണ്. N ടൈപ്പില് പെന്റാവാലന്റ്. പെന്റ എന്ന് പറഞ്ഞാൽ 5 വാലൻസി 5 ഉള്ളത്. P ടൈപ്പിൽ 3 ഇലക്ട്രോൺസ് വാലൻസ് ഷെല്ലിൽ ഉള്ളത്. ഇനി ഇതിന്റെ എക്സാമ്പിൾസ് ഇമ്പോർട്ടന്റ് ആണ്, അത് ഓർത്ത് വെക്കുക. N ടൈപ്പിന്റേത് ആഴ്സനിക്, ആന്റിമണി, ബിസ്മത്ത്. N ടൈപ്പിന്റെ എക്സാമ്പിൾ അല്ലാതെ N ടൈപ്പിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന പെന്റാവാലന്റ് എലമെന്റ്സിന്റെ, പെന്റാവാലന്റ് ആറ്റത്തിന്റെ എക്സാമ്പിൾസ് ആണ് കേട്ടോ. ഈ ട്രൈവാലന്റ് ആറ്റത്തിന്റെ എക്സാമ്പിൾസ് ബോറോണ്, ഗാലിയം, ഇൻഡിയം. ഓക്കെ, ഇത് ഓർത്തു വെക്കാൻ ഇങ്ങനെ ആലോചിച്ചാൽ മതി. പെന്റാവാലന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ഇലക്ട്രോൺസ് അല്ലെ. അപ്പൊ അവിടെ ഇലക്ട്രോൺസ് കൂടുതൽ, ഇതിനെ അപേക്ഷിച്ച് ഇവിടെ അല്ലേ ഇലക്ട്രോൺസ് കൂടുതൽ. P ടൈപ്പിനെ അപേക്ഷിച്ച് N ടൈപ്പിലല്ലേ കൂടുതൽ ഇലക്ട്രോൺസ്.
ട്രൈവാലന്റ് എന്ന് പറയുമ്പോൾ 3 ഇലക്ട്രോൺസ് അല്ലേ ഉള്ളൂ. പെന്റാവാലന്റ് എന്ന് പറയുമ്പോൾ 5 ഇലക്ട്രോൺസ് ഇല്ല. അപ്പൊ ഇലക്ട്രോൺസ് കൂടുതൽ, ഇലക്ട്രോൺസിന്റെ ചാർജ് എന്താ നെഗറ്റീവ് അല്ലെ. ഇലക്ട്രോൺസ് കൂടുതൽ എന്ന് പറഞ്ഞാൽ അത് എന്തായിരിക്കും നെഗറ്റീവ്. അപ്പൊ എൻ ടൈപ്പ് എന്ന് പറഞ്ഞാല് അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. നെഗറ്റീവിന്റെ ഫസ്റ്റത്തെ ലെറ്റർ അല്ലേ എൻ. പെന്റാവാലന്റ് എന്ന് പറഞ്ഞാൽ 5 ഇലക്ട്രോൺസ്. അപ്പൊ ഇവിടെ പി ടൈപ്പില് ട്രൈവാലന്റിൽ 3 ഇലക്ട്രോൺസേ ഉള്ളൂ. അപ്പൊ അതിനെ അപേക്ഷിച്ച് പെന്റാവാലന്റിൽ 5 ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുതൽ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് കൂടുതൽ. അപ്പൊ എൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ പെന്റാവാലന്റ്. അപ്പൊ പിന്നെ പി ടൈപ്പ് എന്തായിരിക്കും ട്രൈവാലന്റ്. അങ്ങനെ ഓർത്തെച്ചാലും മതി. അപ്പൊ പെട്ടെന്ന് ഓർത്തെടുക്കാം. അപ്പൊ നമ്മള് എക്സ്ട്രിൻസിക് എന്താന്ന് പറഞ്ഞു, ഇൻട്രിൻസിക് എന്താന്ന് പറഞ്ഞു, എക്സ്ട്രിൻസിക് തന്നെ എൻ ടൈപ്പ് എന്താന്ന് പറഞ്ഞു, പി ടൈപ്പ് എന്താന്ന് പറഞ്ഞു. ഇനി ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിനെ നമ്മൾ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാണ്. അപ്പൊ അതിന് മുന്നേ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളൊന്ന് ഓർത്ത് നോക്കാം. ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെ പഠിച്ചു. ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ പ്യുവർ ഫോം ഓഫ് സെമി കണ്ടക്ടർ ആണ്. അതേപോലെ അതേക്ക് എന്താണ് ഇമ്പ്യൂരിറ്റീസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ജെർമേനിയം അല്ലെങ്കിൽ സിലിക്കൺ ക്രിസ്റ്റൽ ആണ് അതിന്റെ എക്സാമ്പിൾ എന്ന് പഠിച്ചു. പിന്നെന്ത് പഠിച്ചു? ടെട്രാ വാലന്റ് ആറ്റംസ് ആണ് അതിലുണ്ടാവുക എന്ന് പറഞ്ഞു അല്ലെ. 4 വാലൻസി 4 ഉള്ള ആറ്റംസ് ആണ് അതില് ഉണ്ടാവുക, അങ്ങനെയുള്ള സെമി കണ്ടക്ടറിൽ ഉണ്ടാവുക. അപ്പൊ ഇനി ഇതിനെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതായത് ഒന്ന് പ്യുവർ ഫോം ആണ് അല്ലെ, സെമി കണ്ടക്ടറിന്റെ പ്യുവർ ഫോം ആണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. അതിൽ ഇമ്പ്യൂരിറ്റി ഒന്നും ഇല്ല നമ്മൾ പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാട്ടോ. ടെട്രാവാലന്റ് എന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ്. ഇനി അപ്പൊ ഇതിന്റെ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ജെർമേനിയം ക്രിസ്റ്റലിന്റെ പിക്ചർ ആണ് കൊടുത്തിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ അല്ലേ? ആണെങ്കിലും അല്ലെങ്കിലും ബ്യൂട്ടിഫുൾ ആണെന്ന് വിചാരിക്കും. അപ്പൊ ജെർമേനിയം ഒരുപാട് ജീന്ന് എഴുതിയിട്ടില്ലേ ആ സർക്കിള്, അതൊക്കെ എന്താണ് ജെർമേനിയത്തിന്റെ ന്യൂക്ലിയസ് ആണ് കേട്ടോ. അതൊക്കെ ജെർമേനിയാണ്. ജെർമേനിയത്തിന്റെ കുറെ ആറ്റംസ് കൂടി ചേർന്നിട്ടാണ് ജെർമേനിയത്തിന്റെ ക്രിസ്റ്റൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്രിസ്റ്റലിൽ കുറെ ജെർമേനിയം ആറ്റം ഉണ്ടെന്ന് പറഞ്ഞു. വേറെ ഏതെങ്കിലും ആറ്റം ഇവിടെ കാണുന്നുണ്ടോ? ഇല്ലല്ലോ. ജെർമേനിയം ആറ്റം മാത്രമേ ഉള്ളൂ, വേറെ ഇമ്പ്യൂരിറ്റീസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഇതെന്താണ് പ്യുവർ ഫോം ആണ്, പ്യുവർ ഫോം ആണ്. ഓക്കെ, അപ്പോ ഇതില് അതിന്റെ ചുറ്റും കുറെ ഡോട്ടൊക്കെ കാണുന്നുണ്ടാവില്ലേ, അതൊക്കെ എന്താ ഈ ജെർമേനിയത്തിന്റെ വാലൻസി 4 പറഞ്ഞു. ഓക്കെ, അപ്പോ അടുത്ത ജെർമേനിയം, അപ്പൊ എല്ലാത്തിന്റെ വാലൻസി 4 അല്ലേ എല്ലാ ജെർമേനിയത്തിന്റെയും. അപ്പൊ ഈ ജെർമേനിയത്തിന്റെ വാലൻസ് ഷെല്ലില് 4 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ അത് സ്റ്റേബിൾ ആണോ? അല്ല, അതിന് 8 എണ്ണം കിട്ടിയാലേ അത് എന്താവുള്ളൂ, സ്റ്റേബിൾ ആവുള്ളൂ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് അത് എന്ത് ചെയ്യും, അതിന്റെ അടുത്തുള്ള 4 ആറ്റംസിൽ നിന്ന് ഓരോന്നിനെ ഷെയർ ചെയ്യും. അതിന്റെ 4 അടുത്തുള്ള 4 എണ്ണത്തിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് അങ്ങനെ 4 എണ്ണം ആവൂലേ. ആ 4 എണ്ണവും പിന്നെ ജെർമേനിയത്തിലുള്ള ഓൾറെഡി ഉള്ള വാലൻസിയിലുള്ള 4 എണ്ണവും കൂട്ടിച്ചേർത്ത്, അത് 4ഉം കൂട്ടി എത്രയായി? 8ആയി. 4ഉം 4ഉം 8ആയി. അങ്ങനെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് അത് എന്ത് ചെയ്യും, പരസ്പരം ഇലക്ട്രോണിനെ ഷെയർ ചെയ്തിട്ട് ആണ് സ്റ്റെബിലിറ്റി എടുക്കുന്നത്. അതായത് ഒക്ടേറ്റ് കംപ്ലീറ്റ് ചെയ്യാന്നൊക്കെ പറയില്ല, നമ്മൾ പഠിച്ചിട്ടില്ലേ. ഈ ഒരു ജെർമേനിയം കൺസിഡർ ചെയ്യാം. ഈ ഒരു ജെർമേനിയം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ സപ്പോസ് ഇത് അതിന്റെ വാലൻസിലുള്ള ഒരു ഇലക്ട്രോൺ ആണ്. ഒന്ന് ഇതാണെന്ന് വിചാരിക്കുക, ഒന്ന് ഇതുമാണെന്ന് വിചാരിക്കുക. അപ്പൊ എത്ര എണ്ണായി? 4 എണ്ണായി. അപ്പൊ അതിന്റെ വാലൻസ് ഷെല്ലിൽ 4 എണ്ണേ ഉള്ളൂ. അപ്പൊ ഇത് സ്റ്റേബിൾ ആണോ? അല്ല. അപ്പൊ അതെന്ത് ചെയ്യും, ഈ ജെർമേനിയം അല്ലേ, അതിന്റെ വാലൻസ് ഇലക്ട്രോൺ ആണ് ഇത്. ഓക്കെ, ഈ ജെർമേനിയത്തിന്റെ വാലൻസ് ഇലക്ട്രോൺ ആണ് ഇത്. സോറി, അങ്ങനെ തന്നെ കേട്ടോ. അതായത് ഇതിന്റെ അടുത്ത് നിങ്ങൾ 4, ഈ ഒരു ജെർമേനിയാണ് ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്തത്. അപ്പൊ ഇതിന്റെ ചുറ്റും 4 ജെർമേനിയത്തെ കണ്ടിട്ടുണ്ടാവും. 1 ഇവിടെ, 2 ഇവിടെ, 3 ഇവിടെ, 4 ഇവിടെ. അപ്പൊ ഇതിന്റെ ചുറ്റുമുള്ള ഈ 4 ജെർമേനിയത്തിൽ നിന്ന് ഓരോ ഇലക്ട്രോണിനെ നമ്മളെ നടുവിൽ നമ്മൾ ഈ കൺസിഡർ ചെയ്ത ജെർമേനിയം വാങ്ങുകയാണ്. അപ്പോ ഒന്ന് എവിടുന്ന് വാങ്ങി? ഒന്ന് ഇവിടുന്ന് വാങ്ങി. രണ്ടാമത്തത് ഇവിടുന്ന് വാങ്ങി. മൂന്നാമത്തത് ഈ ജെർമേനിയത്തിൽ നിന്ന് ഇവിടുന്ന് വാങ്ങി. നാലാമത്തത് ഇവിടുന്ന് വാങ്ങി. അപ്പൊ അങ്ങനെ 4 എണ്ണം വാങ്ങി ചെയ്തു. വാങ്ങുക മീൻസ് പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തിട്ടില്ല. കാരണം എന്താണ്, ഈ ജെർമേനിയത്തിനും അത് ആവശ്യമാണ്. ഓക്കെ, ഇതിന്റെ ഇലക്ട്രോണ് ഇതിനും ആവശ്യമാണ്, ഇതിനും ആവശ്യമാണ്. അപ്പൊ ഇവര് രണ്ടുപേരും കൂടി എന്ത് ചെയ്യാണ്, ഇതിനെ ഷെയർ ചെയ്തിട്ടാണ്. ഇവരുടെ രണ്ടാളുടെയും ഇലക്ട്രോൺസിനെ, വാലൻസിയിലുള്ള ഇലക്ട്രോൺസിനെ ഇവർ രണ്ടുപേരും കൂടി ഷെയർ ചെയ്തു.
അതേപോലെ ഈ ജെർമേനിയത്തിലുള്ള വാലൻസ് ഇലക്ട്രോണിനെ ഈ ജെർമേനിയം കൂടി രണ്ടാളതും ഓരോ ഇതുണ്ടാവുമല്ലോ, അത് ഷെയർ ചെയ്തു. അപ്പൊ ഈ രീതിയിൽ ഈ ജെർമേനിയത്തിന്റെ ചുറ്റും ഇതിന്റെ വാലൻസിയിലുള്ള 4 ഇലക്ട്രോൺസും ഉണ്ട്, ഇതിന്റെ ചുറ്റുമുള്ള നൈബറിംഗ് ആയിട്ടുള്ള ജെർമേനിയത്തിലെ ഓരോ ഇലക്ട്രോൺസും ഉണ്ട്. ഓരോന്നല്ല, ശരിക്കും ഈ നൈബറിംഗ് ജെർമേനിയത്തിൽ എന്തുണ്ട്, ഈ ആറ്റത്തിലും 4 ഉണ്ട്. അപ്പൊ ഒന്ന് ഇവിടെയും ഒന്നിവിടെ ആയിരിക്കും. ആ ഒന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അതായത് ഈ ജെർമേനിയത്തിന്റെ സൈഡിലുള്ള ഒന്നിനെ ഈ ജെർമേനിയം ഷെയർ ചെയ്യും, അവർ പരസ്പരം ഷെയർ ചെയ്യും. അങ്ങനെ ആ 4 ഷെയർ ചെയ്തിട്ടാണ് 4 + 4 എത്ര വരും, 8 വരും അല്ലെ. അങ്ങനെയാണ് ആ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്, സ്റ്റെബിലിറ്റി കൈവരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ എന്താണ്, ഇപ്പൊ ഈ ഒരു ജെർമേനിയം ക്രിസ്റ്റൽ എന്ന് പറയുന്നത് സ്റ്റേബിൾ ആണ്, നല്ല ഒരു സന്തുലനാവസ്ഥയിലാണ് നിൽക്കുന്നത്. സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് ഓക്കെയാണ്, ഇതിൽ ഒന്നും ഇലക്ട്രോൺസ് എവിടെയും ഏറല്ല, എവിടെയെങ്കിലും ഇലക്ട്രോൺസ് കുറവുണ്ടോ, ഇല്ല. എല്ലാവർക്കും 8 ഇലക്ട്രോൺസ് കിട്ടി. എങ്ങനെ കിട്ടിയത്, അവര് തമ്മിൽ പരസ്പരം കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തു. ആ കോവാലന്റ് ബോണ്ടിലൂടെ ഇലക്ട്രോൺസിനെ പരസ്പരം ഷെയർ ചെയ്തിട്ട് അടുത്തടുത്തുള്ള എലമെന്റ്സ് തമ്മിൽ എന്ത് ചെയ്തു, കോവാലന്റ് ബോണ്ട് ഉണ്ടാക്കി. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഒരു സെമി കണ്ടക്ടറിന്റെ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ ഫോം എന്ന് പറയുന്നത്, സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഇത് സിലിക്കൺ ആണെങ്കിൽ എന്തായിരിക്കും വരിക, ഇതേപോലെ തന്നെ വരും. അതിൽ നടുവില് GE എന്നുള്ളിടത്ത് എന്ത് വരും, സിലിക്കൺ എന്ന് വരും. അത്രേ മാറ്റുള്ളൂ. കാരണം സിലിക്കണിന്റെ വാലൻസി എത്ര തന്നെയാണ്, 4 തന്നെയാണ്. എല്ലാ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലും ടെട്രാ വാലന്റ് ആറ്റംസ് ആണ് ഉള്ളത്, വാലൻസി 4 ആറ്റംസ് ആണുള്ളത്. അപ്പൊ അതിന്റെ ചുറ്റും എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവുക, 4 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. അപ്പൊ അതിന്റെ ഫോം ഒക്കെ ഇങ്ങനെ തന്നെയാണ് വരിക. ഓക്കെ, ഇനി ഇവിടെ എന്താണ്, ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഏതെങ്കിലും ഇലക്ട്രോൺ ഫ്രീ ആയിട്ട് എക്സ്ട്രാ ആയിട്ട് കിടക്കുന്നുണ്ടോ, ഇല്ല. എല്ലാ ഇലക്ട്രോൺസ് എന്താണ് പരസ്പരം ഷെയർ ചെയ്തിട്ട് ഒരു ബോണ്ട് ഫോം ചെയ്തിട്ടാണ് ഉള്ളത്. എവിടെയും എക്സസ് ആയി കിടക്കണില്ല, അധികമായിട്ട് കിടക്കണില്ല. എല്ലാവർക്കും 8 കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യാണ്, ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടായാലേ എന്ത് ചെയ്യുള്ളൂ, ഇത് കണ്ടക്ട് ചെയ്യുള്ളൂ. ഓക്കെ, ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിലേ ഇത് കണ്ടക്ട് ചെയ്യുള്ളൂ. അപ്പൊ എങ്ങനെയാണ് ഇതിനെ നമ്മൾ കണ്ടക്ട് ചെയ്യിപ്പിക്കുക? അപ്പൊ നമ്മൾ നേരത്തെ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ ഒരു ഫിഗർ കണ്ടില്ലേ, സോറി ഫിഗർ അല്ല, സെമി കണ്ടക്ടറിന്റെ ഫിഗർ കണ്ടില്ലേ. അപ്പൊ ഇതിൽ നമ്മൾ പറഞ്ഞില്ലേ, ഇവിടുന്ന് എന്താണ് വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന് ഒരു എനർജി കിട്ടിക്കഴിഞ്ഞാല് ഈ 3 ഇലക്ട്രോൺ വോൾട്ടിന് സഫീഷ്യന്റ് ആയിട്ട് അതിനെ മറികടക്കാൻ, അതിനെ ബ്രേക്ക് ചെയ്തിട്ട് മുകളിലേക്ക് പോകാനുള്ള സഫീഷ്യന്റ് ആയിട്ടുള്ള എനർജി കിട്ടിയാൽ ആ വാലൻസ് ഇലക്ട്രോൺ കണ്ടക്ഷൻ ബാൻഡിൽ എത്തും എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ആ ഒരു എനർജി എന്താണ് നമ്മൾ ഇവിടെ കൊടുക്കണം. അതായത് നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യാണ്, ഈ ഒരു ഇതിപ്പോ പ്യുവർ സ്ട്രക്ചർ ആണ് കേട്ടോ സെമി കണ്ടക്ടറിന്റെ. അതിലേക്ക് നമ്മൾ ഇവിടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഇതിലേക്ക് നമ്മൾ ഒരു ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുകയാണെങ്കിൽ കുറെ കറണ്ട് കൊടുത്താൽ എന്ത് ചെയ്യും, ഹീറ്റ് ആവും അല്ലെ, ടെമ്പറേച്ചർ റൈസ് ചെയ്യും, ടെമ്പറേച്ചർ ഇൻക്രീസ് ആവും. ഓക്കെ, ടെമ്പറേച്ചർ ഇൻക്രീസ് ആവുമ്പോൾ എന്ത് ചെയ്യും, ഇതിന്റെ ഈ ബോണ്ട് ഇങ്ങനെ ബ്രേക്ക് ആവാൻ തുടങ്ങും. ഓക്കെ, ടെമ്പറേച്ചർ കിട്ടുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാണ്, ഈ ആറ്റംസ് ഒക്കെ ആ ടെമ്പറേച്ചറിനെ അബ്സോർബ് ചെയ്യും. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഹീറ്റ് എന്നാണ് എന്താ, ഒരു ഫോം ഓഫ് എനർജി, അതൊരു എനർജിയാണ്, ഹീറ്റ് എനർജിയാണ്. അപ്പൊ ആ എനർജീനെ അബ്സോർബ് ചെയ്യും. ഈ ജെർമേനിയത്തിലുള്ള കോവാലന്റ് ബോണ്ട് ഫോം ചെയ്ത് സ്റ്റേബിൾ ആയി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ വെറുതെ പോയി ഇങ്ങനെ സ്വീപ്പ് ആക്കുക. അതായത് നമ്മൾ എന്താ ചെയ്യുക, ഒരു കറണ്ട് കൊടുത്തു. ഒരിങ്ങനെ വെറുതെ നിൽക്കണ കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, കറണ്ട് കൊടുത്തു. കറണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവില്ലേ, കറണ്ടിന് ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ അവിടെ ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താണ്, ആ എനർജി അവിടെ ഈ ക്രിസ്റ്റൽ അല്ലെങ്കിൽ ഈ ആറ്റത്തിലുള്ള ആ ബോണ്ടുകളെ അബ്സോർബ് ചെയ്യും. അപ്പൊ ആ കോവാലന്റ് ബോണ്ട് അവിടെ ബ്രേക്ക് ആവും. അപ്പൊ അവിടുത്തെ ഇലക്ട്രോൺ എന്ത് ചെയ്യും, അവിടുന്ന് ചാടും. ബ്രേക്ക് ചെയ്തിട്ട് എവിടുക്കാ ചാടുക, ബാക്കിയുള്ളടത്തൊക്കെ ഇലക്ട്രോൺസ് ഒക്കെ ഫില്ലാണ്, സെറ്റ് ആയി നിൽക്കുകയാണ്. അപ്പൊ ഇവിടുന്ന് സപ്പോസ് ഈ ഒരു ഇലക്ട്രോൺ ഈ ഒരു കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്തു എന്ന് വിചാരിക്കാം. എന്നിട്ട് അത് എങ്ങോട്ട് ചാടും, ഈ ഒരു ഇതിന്റെ ഇടയിലുള്ള ഈ ഒരു സ്പേസ് ഇല്ലേ, ഈ സ്പേസിന് നമ്മൾ പറയുന്ന പേരാണ്, ആ സ്പേസിലേക്ക് ഈ ഇലക്ട്രോൺ ഇങ്ങനെ ചാടും. ഓക്കെ, ആ സ്പേസിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്. ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്. ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ് എന്ന് പറഞ്ഞാല് ഒരു ക്രിസ്റ്റലിലെ
ആറ്റംസിന്റെ ഇടയിലുള്ള സ്ഥലമാണ്, ഇടയിലുള്ള വേക്കന്റ് ആയിട്ട് കിടക്കുന്ന സ്ഥലമാണ് ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്ത് ഇലക്ട്രോൺസിനെ പരസ്പരം ഷെയർ ചെയ്ത് നിൽക്കണോടത്തുനിന്ന് നമ്മൾ മെല്ലെ പോയിട്ട് കറന്റ് കൊടുക്കുന്ന സമയത്ത് ടെമ്പറേച്ചർ കിട്ടും, ചൂടാവും. ടെമ്പറേച്ചർ ചൂടാവുമ്പോൾ ആ ഹീറ്റ് എനർജി ആര് അബ്സോർബ് ചെയ്യും? ജെർമേനിയം അല്ലെങ്കിൽ അവിടെയുള്ള ആറ്റ് അബ്സോർബ് ചെയ്യും. ആ ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് ആ ബോണ്ട് അവിടെ ബ്രേക്ക് ചെയ്യും. എനർജി കിട്ടിക്കഴിഞ്ഞാൽ ആ ബോണ്ട് ബ്രേക്ക് ആവും. ബോണ്ട് ബ്രേക്ക് ആയിട്ട് അവിടെയുള്ള ഇലക്ട്രോൺ എവിടേക്ക് ചാടും? അതിന്റെ ഇടയിലുള്ള എവിടെയിൽ കുറച്ച് സ്ഥലം കിട്ടണമൊക്കെ ആ സ്ഥലത്തേക്ക് ചാടാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ അവിടെ എന്തായി? ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഒരു ഇലക്ട്രോൺ ഉണ്ടായല്ലോ. ഇതേപോലെ നമ്മളിപ്പോ ചെറിയൊരു ടെമ്പറേച്ചർ കൊടുത്തിട്ടുള്ളൂ. ടെമ്പറേച്ചർ കൊടുക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ഒരു ബോണ്ടാണോ ബ്രേക്ക് ആവുക? ഇല്ല. ഏതൊക്കെ ബോണ്ടുകളാണോ എനർജി അബ്സോർബ് ചെയ്യണത് അവരൊക്കെ ഇതേപോലെ ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും? അതിന്റെ ഇടയിലുള്ള സ്പേസിലേക്ക് ഇങ്ങനെ ചാടാൻ തുടങ്ങും. ഓക്കെ, അപ്പോ എന്താ പറഞ്ഞത്? കറന്റ് പാസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടിയാല് ഇവിടെയുള്ള കോവാലന്റ് ബോണ്ടുകൾ ബ്രേക്ക് ചെയ്തിട്ട് ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലേക്ക് ഇലക്ട്രോൺസ് ചാടും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടായോ? ഇപ്പൊ ഇവിടെ എന്തായി? ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടായി. അതായത് ആ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലുള്ള ഇലക്ട്രോൺസുകളൊക്കെ എന്താ? ബോണ്ട് ഉണ്ടോ? ഇല്ല, ഫ്രീ ആയിട്ട് നിൽക്കുകയാണ് അല്ലെ. അപ്പൊ ഇലക്ട്രോൺസിന്റെ ഈ ഫ്രീ മൂവ്മെന്റ്സ് ആണ് എന്ത്? ഈ ഫ്രീ മൂവ്മെന്റ്സ് കാരണം കണ്ടക്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ കണ്ടക്ഷൻ നടക്കുന്നത്. എങ്ങനെ? അതായത് നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുന്ന സമയത്ത് അവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇലക്ട്രോൺസ് ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലേക്ക് ചാടുന്നു. അപ്പൊ ഇങ്ങനെ ഓരോ ഇലക്ട്രോൺസ് ഇങ്ങനെ ചാടിയുമ്പോൾ അവിടെ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ഉണ്ടാവുകയാണ്. ഇലക്ട്രോൺസ് ഒക്കെ ഇങ്ങനെ ജമ്പ് ചെയ്യല്ലേ, കോവാലന്റ് ബോണ്ട് പൊട്ടിച്ചിട്ട് പുറത്തേക്ക് ചാടി പോവുകയാണ്. അപ്പൊ ഇങ്ങനെ ചാടി പോകുമ്പോൾ അവിടെ മൂവ്മെന്റ് ഉണ്ടാവും. ആ മൂവ്മെന്റ് കൊണ്ട് എന്തുണ്ടാവും? കറന്റ് ഉണ്ടാവും, കണ്ടക്ടിവിറ്റി കൂടും. ഓക്കെ ആണോ? നമുക്ക് നോട്ട്സ് ഒന്ന് വായിക്കാം, അപ്പം ഒന്നുകൂടി ക്ലിയർ ആയിക്കോളും. ഓക്കെ, അപ്പൊ ഇനീഷ്യലി നോ ഫ്രീ ഇലക്ട്രോൺസ് ആർ ദർ. ഇനീഷ്യലി അവിടെ എന്തെങ്കിലും ഉണ്ടോ? ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടോ? ഇല്ല. അപ്പൊ ഇനി നമ്മൾ കറന്റ് കൊടുക്കുന്ന സമയത്ത് ടെമ്പറേച്ചർ റൈസ് ആവും. ആ ടെമ്പറേച്ചർ എന്താണ്? കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പാകത്തിലുള്ള ടെമ്പറേച്ചർ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആ ബോണ്ട് ഒക്കെ ബ്രേക്ക് ചെയ്തിട്ട് ഇലക്ട്രോൺസ് ജമ്പ് ഫ്രം നോർമൽ സൈറ്റ് ടു ലാറ്റിസ് സൈറ്റ്. സോറി, ലാറ്റിസ് സൈറ്റ് അല്ല കേട്ടോ, ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ് ആണ്. ലാറ്റിസ് സൈറ്റ് എന്ന് പറഞ്ഞാൽ ആറ്റം സ്ഥിതി ചെയ്യുന്ന സൈറ്റ് ആണ്. ആറ്റത്തിന്റെ ഇടയിലുള്ള സ്പേസ് എന്ന് പറയുന്നത് ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ് ആണ്. കറക്റ്റ് ചെയ്യാൻ മറന്നതാവും. ഓക്കെ, അപ്പോ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലേക്ക് ഇലക്ട്രോൺസ് ജമ്പ് ചെയ്യും. ഈ ഇലക്ട്രോൺസ് ജമ്പ് ചെയ്താൽ അവിടെ എന്തുണ്ടായിരിക്കും? ഒരു ഇലക്ട്രോൺ ഡെഫിഷ്യൻസി ഉണ്ടാവും അല്ലെ. അതായത് നമ്മൾ കറന്റ് കൊടുത്തു, ടെമ്പറേച്ചർ കൂടി. അങ്ങനെ ടെമ്പറേച്ചർ കൂടിയപ്പം ഈ ഇലക്ട്രോണിനെ കൺസിഡർ ചെയ്യാം. ഈ ഒരു ഇലക്ട്രോണിനെ കൺസിഡർ ചെയ്യാം. ആ ഇലക്ട്രോണിനെ ഞാനൊരു എക്സാമ്പിൾ പറയാണ്. എല്ലാ ഇലക്ട്രോൺസിനും ഇതേപോലെ പറ്റും. അതായത് ഈ ഇലക്ട്രോണ് കുറച്ച് എനർജി ടെമ്പറേച്ചർ കൂട്ടിയപ്പോൾ ആ ഒരു ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്തിട്ട് ഈ ഇതെന്ത് ചെയ്തു? ഇങ്ങോട്ട് ചാടി. ഈ ഒരു ഇലക്ട്രോൺ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലേക്ക് ചാടി. ഇതേപോലെ അടുത്ത ഈ ഇലക്ട്രോണും, ഏത് ഇലക്ട്രോണും ചാടാം. എനർജി അബ്സോർബ് ചെയ്തിട്ട് ബാക്കിയുള്ള ഇലക്ട്രോൺസ് ഒക്കെ ഇതേപോലെ ചാടും, ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലേക്ക് ജമ്പ് ചെയ്യും. അങ്ങനെ ജമ്പ് ചെയ്ത് കഴിഞ്ഞാല് അത് ഉണ്ടായിരുന്ന സ്ഥലത്ത്, അതിന്റെ നോർമൽ സൈറ്റ് ആണ് ഇത് അല്ലെ. ഈ നോർമൽ സൈറ്റിൽ ഇലക്ട്രോൺ ഉണ്ടാവുമോ? ഇല്ല. അവിടെ ഒരു ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺ ആണ് അല്ലെ. ഇവിടുത്തെ ഇലക്ട്രോൺ അങ്ങോട്ട് ചാടിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇലക്ട്രോൺ ഇല്ല. അവിടെ പിന്നെ എന്താണ്? ഫ്രീ ആയി ഇങ്ങനെ കിടക്കുകയാണ്. ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺ. ആ ഡെഫിഷ്യൻസിനെ നമ്മൾ പറയുന്ന പേരാണ് ഹോൾ. എന്താണ് പറയാ? ഹോൾ. ഹോൾ എന്ന് പറഞ്ഞാൽ ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺ, ഇലക്ട്രോണിന്റെ കുറവ്. ഓക്കെ, അപ്പൊ ഇതിന് എന്തായിരിക്കും? ഇലക്ട്രോണിന്റെ ചാർജ് എന്താ? നെഗറ്റീവ് ആണ്. അപ്പൊ ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രോൺ അവിടെ ഉള്ള ഹോളിന്റെ ചാർജ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇലക്ട്രോണിന്റെ ചാർജ് എന്താണോ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഹോളിന്റെ ചാർജ്. അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ ഇലക്ട്രോൺസ് ജമ്പ് ഫ്രം നോർമൽ സൈറ്റ് ടു ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്. നോർമൽ സൈറ്റിൽ നിന്ന് ഇലക്ട്രോൺ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിക്ക് ജമ്പ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് ചാടിയ സ്ഥലത്ത് ഇലക്ട്രോൺസ് ഉണ്ടാവില്ല, അവിടെ ഒരു ഹോൾ ആയിരിക്കും ഉണ്ടാവുക പകരം. അതായത് ഒരു ഡെഫിഷ്യൻസി ആയിരിക്കും ഉണ്ടാവുക. ഇനി ഇതുപോലെ ഒരു ഇലക്ട്രോൺ ആണോ ജമ്പ് ചെയ്യുക? അല്ല. ലാർജ് നമ്പർ ഓഫ് സച്ച് ഇലക്ട്രോൺ ഇൻ ദ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ് മൂവ് ആൻഡ് കണ്ടക്ടിവിറ്റി ഇൻക്രീസസ്. ഇതോടെ ലാറ്റിസ് സൈറ്റ് ആണ് എഴുതിയത്, സോറി കേട്ടോ, ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ് ആണ്. അതായത് ഇതുപോലെ ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ജമ്പ് ചെയ്യും.
ഒരു ക്രിസ്റ്റലിൽ ഒരുപാട് കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് കുറെ ഇലക്ട്രോൺസ് ഇതേപോലെ ജമ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ഉണ്ടാവും. അങ്ങനെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. ആ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് കാരണം അവിടെ എന്ത് ചെയ്യും, കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത്, ഇവിടെ നമ്മള് ഇലക്ട്രോൺ ഹോൾ പെയർ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞല്ലേ. അതായത് ഇവിടുന്ന് ഒരു ഇലക്ട്രോണ് ഇങ്ങോട്ട് ചാടി. അപ്പൊ ഇവിടെ ഒരു കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവുന്നുണ്ട്, ഒരു ഫ്രീ ഇലക്ട്രോൺ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഒരു കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രോൺ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലേക്ക് ചാടുന്നു. അതായത് ഒരു ഫ്രീ ഇലക്ട്രോൺ ഉണ്ടാവുന്നു. പിന്നെ ആരുണ്ടാവും, ഒരു ഹോളും ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ എത്ര ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു, അപ്പൊ ഒരു n ബോണ്ട് ബ്രേക്ക് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പൊ എത്ര ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും, n നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ഓക്കെ, അതേപോലെ n നമ്പർ ഓഫ് ഹോൾസ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ നമ്മൾ Ne എന്നും നമ്പർ ഓഫ് ഹോൾസിനെ നമ്മൾ NH എന്നും കൊടുക്കുകയാണെങ്കിൽ ഇതിന്റെ രണ്ടിന്റെയും എണ്ണം തമ്മിൽ, ഇതിന്റെ രണ്ടിന്റെ നമ്പർ തമ്മിൽ നമുക്ക് ഒരു റിലേഷൻ ഉണ്ടാക്കാൻ പറ്റും. അതായത് ഇവിടെ നമ്മൾ ഒരു കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എത്ര ഇലക്ട്രോൺ ഉണ്ടായത്, ഒരു ഇലക്ട്രോൺ ആണ് കിട്ടിയത്, ഒരു ഫ്രീ ഇലക്ട്രോൺ ആണ് കിട്ടിയത്. എത്ര ഹോളാ കിട്ടിയത്, ഒരു ഹോളാ കിട്ടിയത്. അതായത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഹോൾ ആയിരിക്കും. നമ്പർ ഓഫ് ഇലക്ട്രോൺ ഈക്വൽ ടു നമ്പർ ഓഫ് ഹോൾ ആയിരിക്കും. ഇതാണ് ഒരു റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് it gives one electron and one hole, hence Ne equal to NH. When current is passed to the crystal, electrons moves to positive polarity and holes move to negative polarity. അതായത് എന്താ ഉദ്ദേശിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഇവിടെ കറന്റ് പാസ് ചെയ്യാന്ന് പറഞ്ഞു അല്ലെ. അതായത് ഇതിലെ ഒരു കറന്റ് പാസ് ചെയ്യുകയാണെങ്കിൽ ഇതിനെന്തായിരിക്കും, കറന്റിന് പോസിറ്റീവ് ഒരു നെഗറ്റീവ് ഉണ്ടാവും. അപ്പൊ ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഈ പോസിറ്റീവിന്റെ അടുത്തേക്കാണ് മൂവ് ചെയ്യുക. അതേസമയം ഇവിടെ ഹോൾ ഉണ്ടായിരിക്കും. ഹോൾ എവിടേക്കാ മൂവ് ചെയ്യുക, ഈ നെഗറ്റീവിന്റെ അടുത്തേക്കാണ് മൂവ് ചെയ്യുക. കാരണം ഹോളിന്റെ ചാർജ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു പോസിറ്റീവ് ആണ്. ഇലക്ട്രോണിന്റെ ഓപ്പോസിറ്റ് ആണ് ഹോള്. ഇലക്ട്രോണിന്റെ ഡെഫിഷ്യൻസി ആണ് ഹോള്. ഇലക്ട്രോൺ നെഗറ്റീവ് ആണെങ്കിൽ ഹോള് പോസിറ്റീവ് ആണ്. അപ്പൊ ഇലക്ട്രോൺ പോസിറ്റീവിന്റെ അടുത്തേക്ക് മൂവ് ചെയ്യും, ഹോൾ എന്ത് ചെയ്യും, നെഗറ്റീവിന്റെ അടുത്തേക്കും മൂവ് ചെയ്യും. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും മൂവ്മെന്റ് എന്താണ്, ഒരേ ഡയറക്ഷനിലാണോ, അല്ല, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് മൂവ്സ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പൊ അങ്ങനെ ഇലക്ട്രോണും ഹോളും മൂവ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺ മൂവ് ചെയ്യുമ്പോൾ ഒരു കറന്റ് ഉണ്ടാവും, അതാണ് IE. അതേപോലെ ഹോള് മൂവ് ചെയ്യുമ്പോൾ ഒരു കറന്റ് ഉണ്ടാവും, അതാണ് IH. അപ്പൊ ഈ സിസ്റ്റത്തിലെ ടോട്ടൽ കറന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇലക്ട്രോൺ കൊണ്ടുണ്ടാവുന്ന കറന്റും അതേപോലെ ഹോള് കൊണ്ടുണ്ടാവുന്ന കറന്റും ആയിരിക്കും. ഓക്കെ, അത് ശ്രദ്ധിക്കട്ടോ. അതായത് വെൻ കറന്റ് പാസ് ടു ദ ക്രിസ്റ്റൽ, ഇലക്ട്രോൺ മൂവ് ടു പോസിറ്റീവ് പൊളാരിറ്റി. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്, അതുകൊണ്ട് ഇലക്ട്രോൺ എന്ത് ചെയ്യും, പോസിറ്റീവ് ഭാഗത്തേക്ക് പോകും. ഹോൾസ് മൂവ് ടു നെഗറ്റീവ് പൊളാരിറ്റി, ഹോൾസ് നെഗറ്റീവ് ഭാഗത്തേക്കും പോകും. ദെൻ ഈ ഇലക്ട്രോണിന്റെയും ഹോളിന്റെയും മൂവ്മെന്റ് കാരണം അവിടെ ഒരു കറന്റ് ഉണ്ടാവും. ആ കറന്റ് എന്ന് പറയുന്നത് ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് കൊണ്ട് ഉണ്ടാവുന്ന കറന്റ് ആണ് IE എന്ന് പറയുന്നത്. അതേപോലെ ഹോൾസിന്റെ മൂവ്മെന്റ് കൊണ്ട് ഉണ്ടാവുന്ന കറന്റ് ആണ് IH എന്ന് പറയുന്നത്. അപ്പൊ ടോട്ടൽ കറന്റ് എന്ന് പറയുന്നത് IE പ്ലസ് IH ആയിരിക്കും. ഓക്കെ, ടോട്ടൽ കറന്റ് ഈസ് IE പ്ലസ് IH. ഇനി അടുത്ത് നമുക്ക് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് ആണുള്ളത്. അപ്പൊ നമ്മൾ ഇൻട്രിൻസിക്കില് പറഞ്ഞ പോലെ തന്നെ എക്സ്ട്രിൻസിക്കിലും ഇതുപോലെ അതിന്റെ സ്ട്രക്ചർ ഒക്കെ N ടൈപ്പിന്റെയും P ടൈപ്പിന്റെയും സ്ട്രക്ചർ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. അപ്പൊ അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ ഈ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പൊ ഇന്ന് എടുത്ത കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് കവർ ചെയ്തിട്ട് പറഞ്ഞുതരാം. അതായത് ഫസ്റ്റ് നമ്മൾ സെമി കണ്ടക്ടർ ഇലക്ട്രോൺസിലെ
ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താണ്? എനർജി ബാൻഡ് എന്താന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ ഒരു ആറ്റത്തിന്റെ എനർജി ലെവൽസ് നമ്മൾ നോക്കി. അതേപോലെ ഒരു ക്രിസ്റ്റൽ വരുമ്പോൾ അതിന്റെ കേസിലാണ് എനർജി ബാൻഡ് ഉണ്ടാവുക. ആറ്റത്തിന്റെ കേസിൽ എനർജി ലെവലുകളാണെന്ന് പറഞ്ഞു. ഇനി ആ എനർജി ബാൻഡ് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ തന്നെ ഫസ്റ്റ് എനർജി ബാൻഡ്, സെക്കൻഡ് എനർജി ബാൻഡ്, വാലൻസ് ബാൻഡ് എന്താണ്, കണ്ടക്ഷൻ ബാൻഡ് എന്താണെന്ന് പറഞ്ഞു. വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പിനെ നമ്മൾ എനർജി ഗ്യാപ്പ് എന്ന് പറയാന്ന് പറഞ്ഞു. അപ്പൊ അത്ര കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? ഈ ഒരു ഗ്യാപ്പിന്റെ വിഡ്ത്തിനനുസരിച്ച് നമ്മൾ മെറ്റീരിയൽസിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തു. കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ്. അപ്പൊ അതിൽ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് അത് തമ്മിൽ എന്തില്ല, വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ ഒരു ഗ്യാപ്പ് ഇല്ല. അവിടെ അത് രണ്ടും ഓവർലാപ്പ് ചെയ്തിട്ടാണ് കാണുക. അവിടുത്തെ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് 0 ആണ്. ഇനി കണ്ടക്ടേഴ്സിന്റെ എക്സാമ്പിൾ മെറ്റൽസ് ആണ്. അപ്പൊ അതിൽ കണ്ടക്ടേഴ്സിന് എന്തായിരിക്കും, കണ്ടക്ടിവിറ്റി കൂടുതലായിരിക്കും. കാരണം വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പെട്ടെന്ന് ചാടാൻ കഴിയും. ദെൻ ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാലൻസ് ബാൻഡ് കണ്ടക്ഷൻ ബാൻഡ് തമ്മിൽ വലിയൊരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ഗ്രേറ്റർ ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട് ആണെങ്കിൽ അത് ഇൻസുലേറ്റേഴ്സ് ആണ്. അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടക്ട് ചെയ്യാൻ കഴിയില്ല. ഇനി സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് 3നേക്കാളും കുറവായിരിക്കും, 0നേക്കാളും കൂടുതലായിരിക്കും. അതായത് ചെറിയൊരു എനർജി ഗ്യാപ്പ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ചെറിയൊരു സഫീഷ്യന്റ് എനർജി കിട്ടിക്കഴിഞ്ഞാൽ വാലൻസ് ഇലക്ട്രോൺസിന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്താം. കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ഈസി ആയിട്ട് കണ്ടക്ട് ചെയ്യാം, കണ്ടക്ടിവിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ. പിന്നെ അവിടെ ഒരു ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞു നമ്മൾ. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ കണ്ടക്ടിവിറ്റി കൂടും, റെസിസ്റ്റിവിറ്റി കുറയും. റെസിസ്റ്റിവിറ്റി കുറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് അതായത് ആൽഫ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. സെമി കണ്ടക്ടറിന്റെ ആൽഫ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ഈ സെമി കണ്ടക്ടറിന്റെ എക്സാമ്പിൾ ആണ്, മേജർ എക്സാമ്പിൾസ് ആണ് ജെർമേനിയം സിലിക്കൺ വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ജെർമേനിയത്തിന്റെ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് 0.7 ഇലക്ട്രോൺ വോൾട്ടും സിലിക്കണിന്റെ 1.1 ഇലക്ട്രോൺ വോൾട്ടും ആണ്. അപ്പൊ നമ്മൾ ആ ഒരു വാല്യൂ ഓർത്ത് വെക്കുക. ചില എക്സാമിനൊക്കെ ചോദിക്കലുണ്ട്. അതായത് നമ്മൾ ഓർത്ത് വെക്കാൻ എന്ത് ചെയ്താൽ മതി, ജെർമേനിയം സിലിക്കണും ആണ് മേജർ ആയിട്ടുള്ള സെമി കണ്ടക്ടേഴ്സ് എല്ലായിടത്തും പറയല്. അപ്പൊ ഈ ജെർമേനിയം സിലിക്കൺ രണ്ടിന്റെ ഫസ്റ്റ് ലെറ്റർ നോക്കുക. ജെർമേനിയം ജി ആണ്, സിലിക്കണോ എസ് ആണ്. അപ്പൊ ആൽഫബറ്റിക് ഓർഡറിൽ ജി ആണോ എസ് ആണോ ഫസ്റ്റ് വരിക? ഫസ്റ്റ് വരിക ജി ആണ് അല്ലേ. അപ്പൊ ജിന്റെ വാല്യൂ ആണ് കുറവെന്ന് വിചാരിക്കുക. ഓക്കെ, ജി എത്രാമത്തെ ലെറ്റർ ആ നോക്കുക. എ ഒന്നാമത്തെ ലെറ്റർ, ബി 2, സി ഡി ഇ എഫ്, ജി. ഓക്കെ, ഏഴാമത്തെ ലെറ്റർ അല്ലേ ജി എന്ന് പറയുന്നത്. അപ്പൊ 0.7 എന്നുള്ള അങ്ങനെ ഓർത്തിച്ചാൽ മതി. ഓക്കെ, 0.7 ഇലക്ട്രോൺ വോൾട്ട് ജെർമേനിയത്തിനാണ് വരിക. പിന്നെ 1.1 എന്ന് പറഞ്ഞാൽ അതിനേക്കാളും കൂടിയ വാല്യൂ അല്ലേ. ആ രണ്ട് വാല്യൂ കാണാതെ പഠിക്കുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. 0.7 എന്ന് പറയുന്ന ജെർമേനിയത്തിന്റെ 1.1 എന്ന് പറയുന്ന വലിയ വാല്യൂ ആണ്, 0.7നേക്കാളും കൂടുതലാണ്. അപ്പൊ എസ് ആണ്, ജി കഴിഞ്ഞിട്ടല്ലേ എസ് വരിക. അപ്പൊ എസിനാണ് വലിയ വാല്യൂ. അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ. പിന്നെ നമ്മൾ സെമി കണ്ടക്ടേഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, ഇൻട്രിൻസിക്കും എക്സ്ട്രിൻസിക്കും. അപ്പൊ ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ പ്യുവർ ഫോം ആണ്, പ്യുവർ ആണ്, അതിൽ ഇമ്പ്യൂരിറ്റി ഒന്നും ആഡ് ചെയ്യാത്തതാണ്. അതിന് എക്സാമ്പിൾസ് ജെർമേനിയം, സിലിക്കൺ, ക്രിസ്റ്റൽസ്. ഇനി എക്സ്ട്രിൻസിക് എന്ന് പറഞ്ഞാൽ എക്സ് പുറത്തുനിന്ന് എന്തോ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്തത്, ഈ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്ത ഇമ്പ്യൂരിറ്റിനെ നമ്മൾ ഡോപ്പന്റ് എന്ന് വിളിക്കും. ആഡ് ചെയ്യുന്ന പ്രക്രിയയെ നമ്മൾ ഡോപ്പിംഗ് എന്ന് പറയും. അപ്പൊ ഇമ്പ്യൂർ ഫോം ഓഫ് സെമി കണ്ടക്ടർ ആണ് എക്സ്ട്രിൻസിക്. ഇനി എക്സ്ട്രിൻസിക്കിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. അതാണ് എൻ ടൈപ്പും പി ടൈപ്പും. എന്താണ് അതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഇമ്പ്യൂരിറ്റി എന്താണോ അതിനനുസരിച്ചാണ് നമ്മൾ എൻ ടൈപ്പും പി ടൈപ്പും ആയിട്ട് ക്ലാസിഫൈ ചെയ്തത്. ഓക്കെ. അപ്പൊ അതിൽ എൻ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്തത്. വാലൻസി 5 ഉള്ള ഒരു ആറ്റത്തെയാണ് നമ്മൾ അവിടെ ആഡ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് പെന്റാവാലന്റ് ആറ്റത്തിന് എക്സാമ്പിൾസ് ആണ് ആഴ്സനിക്, ആന്റിമണി, ബിസ്മത്ത്. ഇനി പി ടൈപ്പ് ആണെങ്കിലോ അവിടെ നമ്മൾ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആണ് ആഡ് ചെയ്യുന്നത്. ബോറോണ്, ഗാലിയം, ഇൻഡിയം ഒക്കെ അതിന് എക്സാമ്പിൾസ് ആണ്, ട്രൈവാലന്റ് ആറ്റത്തിന്റെ എക്സാമ്പിൾസ് ആണ്. ഇനി ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ സ്ട്രക്ചർ പറഞ്ഞു നമ്മൾ. ഇങ്ങനെയാണ് ഒരു പ്യുവർ ജെർമേനിയം ക്രിസ്റ്റലിന്റെ സ്ട്രക്ചർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ള പിക്ചർ. അപ്പൊ അതിലെന്താണ്, ഓരോ ജെർമേനിയം ആറ്റത്തിന്റെയും വാലൻസി 4 വരും. അപ്പൊ അവര് അടുത്തുള്ള നൈബറിംഗ് ജെർമേനിയത്തിൽ നിന്ന് 4 ആറ്റംസിനെയും കൂടി ഷെയർ ചെയ്തിട്ട് മൊത്തം വാലൻസിയിൽ 8 എണ്ണം പൂർത്തിയാക്കി ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്ത് സ്റ്റേബിൾ ആയി ഉഷാറായി നല്ലൊരു സമാധാനത്തിൽ ഇരിക്കുകയായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടോ? ഇല്ല, എല്ലാ ഇലക്ട്രോൺസും ബോണ്ടഡ് ആണ് അല്ലെ. അപ്പൊ കണ്ടക്ടിവിറ്റി നടക്കൂല. സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, ചെറിയ എനർജി അബ്സോർബ് ചെയ്തിട്ട്
വാലൻസ് ഇലക്ട്രോണിനെ കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തിക്കണം. അപ്പോഴാണ് അതൊരു കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫ്രീ ഇലക്ട്രോൺസ് വേണം. ഫ്രീ ഇലക്ട്രോൺസിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് ചെറിയൊരു ടെമ്പറേച്ചർ കൊടുക്കണം, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എനർജി കൊടുക്കണം. അപ്പൊ എനർജി കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ഒരു വാലൻസ് ബാൻഡ് അല്ല സോറി, അവിടെ കോവാലന്റ് ബോണ്ട് ആണുള്ളത്. പരസ്പരം ഇലക്ട്രോൺസ് ഷെയർ ചെയ്തിട്ടുള്ള ബോണ്ടാണ് കോവാലന്റ് ബോണ്ട്. അപ്പൊ കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യും എനർജി അബ്സോർബ് ചെയ്തിട്ട്. അപ്പൊ അങ്ങനെ ഇലക്ട്രോൺ ജമ്പ് ചെയ്തിട്ട് ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലേക്ക് പോവും. അപ്പൊ ആ ഒരു പോയ സ്ഥലത്ത്, ഇലക്ട്രോൺ ചാടിയ സ്ഥലത്ത് അവിടെ ഒരു ഹോള് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അവിടെ എന്താണ്, അതേപോലെ ടെമ്പറേച്ചർ കൊടുക്കുന്നതനുസരിച്ച് കുറെ ഇലക്ട്രോൺസ് ഇതേപോലെ കുറെ കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്താണ്ട് കുറെ ഇലക്ട്രോൺസ് ഉണ്ടാവും. അങ്ങനെ കുറെ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ഉണ്ടാവും, കണ്ടക്ഷൻ നടക്കും. ഇനി ഇവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസും നമ്പർ ഓഫ് ഹോൾസും ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞു. അതേപോലെ ഇവിടെ ഒരു കറന്റ് പ്രൊഡ്യൂസ് ചെയ്യും. ടോട്ടൽ കറന്റ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ കറന്റ് പ്ലസ് ഹോൾ കറന്റ് ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്തത് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് ആണ്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടില്ലേ, അതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, മിസ്. ഹലോ 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 മിസ്.